വന്നപ്പോൾ ലോകം എങ്ങനെ ഇലക്ട്രിസിറ്റി എങ്ങനെ ലോകത്തിന് മാറ്റിമറിച്ചു, അതുപോലെ AI-യും ലോകത്തിന് മാറ്റിമറിക്കാൻ പോകുന്നു എന്നാണ് നമ്മുടെ കോഴ്സറയുടെയും ഗൂഗിൾ ബ്രെയിനിന്റെ ഒക്കെ ഫൗണ്ടർ ആയിട്ടുള്ള ആൻഡ്രൂ എൻജി പറഞ്ഞിരിക്കുന്നത്. അതാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ AI എങ്ങനെയാണ് ലോകത്തിന് മാറ്റിമറിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എക്സാമ്പിൾ. ഇലക്ട്രിസിറ്റി വന്നപ്പോൾ നമുക്കറിയാം, ആ ഇലക്ട്രിസിറ്റി വന്നപ്പോൾ എന്താ പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഫാക്ടറീസ് എല്ലാം ഇലക്ട്രിസിറ്റി വന്നു, പുതിയ മെഷീൻസ് വന്നു, അങ്ങനെ അത് മാറി. അതുപോലെ തന്നെ വെറും ഒരു വെളിച്ചം കൊണ്ടുവരിക മാത്രമല്ല ഇലക്ട്രിസിറ്റി ചെയ്തത്, അത് ഓരോ ഫീൽഡിനെയും അത് മാറ്റില്ലേ. ഇപ്പൊ ഹെൽത്തിൽ AI വന്നപ്പോൾ ഹെൽത്ത് സെക്ടർ മാറി, AI വന്നപ്പോൾ ഇൻഡസ്ട്രീസ് മാറി. അങ്ങനെ ഇനി AI ഓരോ ഫീൽഡിലേക്കും അഡോപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്കിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. അതുപോലെ AI എല്ലാ ഫീൽഡിലേക്കും അഡോപ്റ്റ് ചെയ്യപ്പെടും. എല്ലാ ഫീൽഡിലും AI ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണ് AI ഇസ് ദ ന്യൂ ഇലക്ട്രിസിറ്റി എന്ന് ഈ പ്രഗത്ഭന്മാരെല്ലാം ആ ഒരു അനാലജി വെച്ചിട്ട് സംസാരിക്കുന്നത്. നമ്മുടെ മുന്നിലേക്ക് രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നുകിൽ നമ്മൾ എങ്ങനെ AI-നെ ബിൽഡ് ചെയ്യാതെ പഠിക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തത് നമ്മൾ എങ്ങനെ AI-നെ യൂസ് ചെയ്യാതെ പഠിക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ പിന്നിലായി പോവും എന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ വേറൊരു കാര്യം പറയും, AI വന്നു കഴിഞ്ഞാൽ AI അല്ല നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്, പകരം AI-നെ യൂസ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യന്മാരാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് എന്ന്. അപ്പോൾ ഇത് നിങ്ങളുടെ ഏരിയയിൽ ആവശ്യമായിട്ടുള്ള AI സിസ്റ്റംസ് ബിൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് നിങ്ങൾ കോഡിംഗ് ഒക്കെ പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള ടൂളുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാം, നിങ്ങളുടെ ടീച്ചിങ്ങിന് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ടൂൾസ് ഉപയോഗിക്കാമെന്ന് പഠിച്ച് അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. അതിനെപ്പറ്റി എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുക. ഈ രണ്ട് വഴികളാണ് നിങ്ങളുടെ മുമ്പിൽ ഉള്ളത്. ഇനി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ടേം ആ പദം കൊണ്ടുവന്നത് ജോൺ മെക്കാർത്തിയാണ്. അദ്ദേഹം AI-ക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മെഷീൻസിനെ ഇന്റലിജന്റ് മെഷീൻസ് ആക്കുന്ന സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് AI എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് AI-ക്ക് ഇതുവരെ ഒരു ക്ലിയർ കട്ട് ഡെഫിനിഷൻ ആരും കൊടുത്തിട്ടില്ല. കാരണം അത് സ്റ്റിൽ ഇവോൾവിങ് ആണ്. എന്നാൽ നമുക്ക് കുറെ കാര്യങ്ങൾ കണ്ടാൽ ഇത് AI ആണ്, ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ജനറലി ഫോളോ ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് AI is the simulation of human intelligence processes by machines, especially computer systems. അതായത് നമ്മുടെ മനുഷ്യന്റെ ഇന്റലിജൻസിനെ സിമുലേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് മെഷീൻസിന് നമ്മൾ ബുദ്ധി ഉണ്ടാക്കുകയാണ്. മനുഷ്യനെ പോലെ ചിന്തിക്കാനും ആക്ട് ചെയ്യാനും കഴിയുന്ന മെഷീൻസ് ഉണ്ടെങ്കിൽ ആ മെഷീന് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടെന്ന് പറയാം. ഇനി നമ്മൾ മനുഷ്യന്മാരെ എക്സ്പീരിയൻസിലൂടെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. എക്സ്പീരിയൻസിലൂടെ കാര്യങ്ങൾ പഠിച്ച് പുതിയൊരു സിറ്റുവേഷനുമായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ എക്സ്പീരിയൻസ് ഡേറ്റയിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് പുതിയ സിറ്റുവേഷൻ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് പെരുമാറാൻ ഒരു മെഷീന് കഴിയുമെങ്കിൽ, ആ ഒരു എബിലിറ്റി മെഷീൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് AI എന്ന് പറയാം. അതുപോലെ തന്നെ മനുഷ്യനെ പോലെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ത്രൂ റീസണിങ് മെഷീൻസിന് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ മെഷീന് AI ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതുപോലെ തന്നെ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ അനലൈസ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യാൻ മനുഷ്യന്മാർ ചെയ്യുന്നത് പോലെ ഒരു മെഷീന് ചെയ്യാൻ കഴിവ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിന് ആ മെഷീൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഞാൻ ഇതിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, ഹിസ്റ്ററി ഓഫ് AI ഒക്കെ പറഞ്ഞാൽ നമ്മൾ വെറുതെ സമയം പോകത്തേ ഉള്ളൂ. മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 1950s മുതൽ നമുക്ക് AI-ലുള്ള റിസർച്ചുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് 1970s കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു AI വിന്റർ വന്നു. അതിനുശേഷം ആ സമയത്ത് കാര്യമായിട്ട് റിസർച്ചും കാര്യങ്ങളും ഒന്നും നടന്നില്ല. പിന്നെ 1980s നമ്മൾ മോഡേൺ AI എന്ന് പറഞ്ഞ കാലഘട്ടം തുടങ്ങുന്നതെന്ന് പറയുന്നത്. അപ്പം മുതൽ ഇങ്ങോട്ടേക്കാണ് കുറച്ചും കൂടെ നന്നായിട്ട് AI റിസർച്ചുകൾ നടന്നു വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ ഇപ്പൊ നമ്മൾ ChatGPT വന്നപ്പോഴാണ് ഒരു ChatGPT മൊമെന്റ് എന്ന് പറയും. നമ്മൾ AI-യുടെ ഒരു ഹിസ്റ്ററി എടുക്കുമ്പോൾ ChatGPT വളരെ ജനകീയമായത് കൊണ്ടാണ് ആളുകൾ
കൂടുതൽ എ ഐയിലേക്ക് ഇറങ്ങാൻ കാരണം. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കും ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രം അല്ലെങ്കിൽ പ്രീമിയം കമ്പനീസിൽ മാത്രം ഒതുങ്ങി നിന്ന എ ഐ നമ്മുടെ സാധാരണക്കാരിൽ എത്തിയപ്പോഴാണ് പെട്ടെന്നൊരു ബൂം അവിടെ വരുന്നത്. നിങ്ങളിപ്പോൾ ഈ ChatGPT ഒക്കെ ഏറ്റവും മുൻഗാമി എന്ന് പറയുന്നത് എലൈസയാണ്. എലൈസ നിങ്ങൾക്കറിയാം, ഇവിടെ 1964 എലൈസ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്രയും മുൻപേ എ ഐ ഉണ്ട്. പക്ഷെ നമ്മൾക്ക് പലർക്കും അറിയില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്നും. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സമയം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് ഓഫ് എ ഐ നമുക്ക് മനസ്സിലാക്കണം. അതിന് ക്യാപ്പബിലിറ്റീൻ്റെ അടിസ്ഥാനത്തിലും നോർമലി നമ്മൾ എല്ലാവരും പറയുന്നത് ക്യാപ്പബിലിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണ് എ ഐയുടെ ക്ലാസിഫിക്കേഷൻ പറയാറ്. അതായത് ഒരു എന്ത് കാര്യമാണ് അതിന് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് സിമ്പിൾ ടാസ്ക് ചെയ്യുന്നത് മുതൽ ഹ്യൂമൻ ലെവൽ ഇൻ്റലിജൻസ് ഉണ്ടോ അതോ അതിന് മുകളിലുള്ള ഇൻ്റലിജൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കി അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ. ഈ ക്ലാസിഫിക്കേഷൻ എല്ലാവർക്കും അറിയുന്നതാണോ? ഞാൻ സ്കിപ്പ് ചെയ്യണോ? ഞാൻ പറഞ്ഞു പോവാൻ തന്നെയല്ലേ? ഇത് വളരെ ബേസിക് ആവുന്നുണ്ടോ? സ്കിപ്പ് ചെയ്യണ്ട, പറയാൻ ഉദ്ദേശിക്കുന്നൊക്കെ പറഞ്ഞു പോയാൽ ഉപകാരമായിരുന്നു. ഓക്കെ, ശരി. ഓക്കെ, നമ്മൾ ക്യാപ്പബിലിറ്റീൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 ആയിട്ടാണ് പൊതുവെ തരംതിരിക്കാറ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയാൻ നാരോ ഒരു വീക്ക് എ ഐ ആണ്. അതായത് ഒരു സ്പെസിഫിക് ടാസ്ക് മാത്രമായിരിക്കും അതിന് ഒരു സിസ്റ്റത്തിന് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പം നമ്മൾ പറയുന്നത് ഇന്ന് നിലവിലുള്ള എല്ലാ എ ഐ സിസ്റ്റംസും ഈ നാരോ ഒരു വീക്ക് എ ഐയുടെ അണ്ടറിലാണ് വരുന്നത്. അതായത് ഇതിന് ജനറൽ ഇൻ്റലിജൻസ് ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ പറയാം ഒരു ചെസ് പ്ലേയിങ് എ ഐ ഉണ്ടെങ്കിൽ അതിൻ്റെ ടാസ്ക് എന്താണ്? ആ ചെസ് കളിക്കുക എന്ന് മാത്രമുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ എ ഐ ക്യാമറ എടുത്തു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ ഐ ക്യാമറയുടെ ജോലി ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ എന്നുള്ള സാധനം ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെയുള്ള റെക്കമെൻഡേഷൻ സിസ്റ്റം ഉണ്ട്. അത് മറ്റൊരു എ ഐ ആണ്. അതിൻ്റെ യൂസ് എന്താണ്? നമ്മൾ കണ്ട വീഡിയോസിനും നമ്മൾ ലൈക്ക് ചെയ്തതും നമ്മൾ കമൻറ്റ് ചെയ്തതും ഒക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ യൂട്യൂബിൻ്റെയും നെറ്റ്ഫ്ലിക്സിലൊക്കെയുള്ള റെക്കമെൻഡേഷൻ സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ ഈ എ ഐ ക്യാമറ ചെയ്യുന്ന ജോലി ആ യൂട്യൂബ് ഓർ നെറ്റ്ഫ്ലിക്സ് റെക്കമെൻഡേഷൻ സിസ്റ്റത്തിന് ചെയ്യാൻ പറ്റില്ല. ഇനി യൂട്യൂബ് ഓർ നെറ്റ്ഫ്ലിക്സ് റെക്കമെൻഡേഷൻ സിസ്റ്റം ചെയ്യുന്ന ജോലി എ ഐ ക്യാമറയ്ക്കും ചെയ്യാൻ പറ്റില്ല. അതായത് അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ സ്പെസിഫിക് ടാസ്കുകൾ മാത്രമാണ് ഇവർ ചെയ്യുന്നത്. ക്ലിയർ ആയോ നാരോ ഒരു വീക്ക് എ ഐ എന്താണ് എന്നുള്ളത്? ഒരു സ്പെസിഫിക് ടാസ്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ഓഫ് ടാസ്കുകൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മനുഷ്യനാണെന്നുണ്ടെങ്കിലും മനുഷ്യന് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട്. മനുഷ്യൻ്റെ ആ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എല്ലാം കൂടെ അറ്റൈൻ ചെയ്യുന്നത് എല്ലാം കൂടെ ഈ നാരോ എ ഐക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ പറയാം, അപ്പോൾ അത് കൂടുതൽ ക്ലിയർ ആവും. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സ്ട്രോങ് എ ഐ എന്നുള്ളതാണ്. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സാധനമാണ്. നമ്മൾ ഇതുവരെ AGI അറ്റൈൻ ചെയ്തിട്ടില്ല. AGI എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് കാണിക്കുന്ന എ ഐ സിസ്റ്റംസ് ആണ്. മനുഷ്യൻ ഏതൊക്കെ ലെവൽ ഇൻ്റലിജൻസ് ഉണ്ടോ അതെല്ലാം തന്നെ ആ സിസ്റ്റത്തിലും ഒരു മെഷീൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് AGI എന്ന് വിളിക്കാൻ പറ്റും. അതായത് ഇപ്പം നമുക്ക് മനുഷ്യനിപ്പോൾ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉണ്ടാവും. അതായത് ചിലർക്ക് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് കൂടുതലായിരിക്കും. AR റഹ്മാൻ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് കൂടുതലാണ്. ഇനി ചിലർക്ക് ഈ ലോജിക്കൽ ഇൻ്റലിജൻസ് കൂടുതലായിരിക്കും. അവർക്ക് മാത്തമാറ്റിക്സിൽ കൂടുതൽ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും.
അങ്ങനെ ഇമോഷണൽ ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകളാണ്. അങ്ങനെ മനുഷ്യന് പല ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട്. അങ്ങനെ മനുഷ്യന് നിലവിലുള്ള എല്ലാ ഇന്റലിജൻസും അതേപോലെ മനുഷ്യനെ പോലെ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു മെഷീൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് AGI അറ്റൈൻ ചെയ്തു എന്നാണ് നമ്മൾ പറയാം. നമ്മുടെ ഇപ്പോൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ കാണിക്കുന്ന ആ ഒരു കുഞ്ഞപ്പൻ നമുക്ക് ഏകദേശം ഒരു AGI ആണെന്ന് പറയാം. കാരണം ജപ്പാനിൽ നിന്നിരുന്ന ആ കുഞ്ഞപ്പനെ എടുത്ത് കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആ എൻവയോൺമെന്റിന് വേണ്ടി അത് അഡാപ്റ്റ് ചെയ്തു. ആൻഡ് അത് പലതരത്തിലുള്ള ഇന്റലിജൻസ് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത് ഒരു ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് മാത്രമല്ല, പല ടൈപ്പ് ഇന്റലിജൻസ് കാണിക്കുന്നത് ഹ്യൂമൻ ലെവലിലായി കാണിക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇതും കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇത് സൈഫൈ സിനിമകളിൽ മാത്രം കാണുന്ന ഒരു സാധനമാണ്. ഈ ASI എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇന്റലിജൻസിനേക്കാളും മുകളിൽ ഇന്റലിജൻസ് ഒരു മെഷീൻ അറ്റൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ASI എന്ന് പറയുന്നത്. അപ്പൊ ഏത് ആസ്പെക്ട് എടുത്താലും, ക്രിയേറ്റിവിറ്റി ആണെങ്കിലും പ്രോബ്ലം സോൾവിങ് ആണെങ്കിലും ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും ഏത് ഇന്റലിജൻസ് എടുത്താലും അത് മനുഷ്യന്റെ ഇന്റലിജൻസിനേക്കാളും മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് ASI എന്ന് പറയാം. ഇത് ASI ഒന്നും ഇപ്പോൾ ഒന്നും എന്തായാലും എത്തില്ല. AGIയിൽ തന്നെ നമ്മൾ എത്തിയിട്ടില്ല. ഫിയർ മോങ്കറിങ് മാത്രമാണ്. നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് കുറെ പേര് AI വന്നു മനുഷ്യനെ ഇല്ലാതാക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പോഴൊന്നും വരാൻ പോകുന്ന കാര്യമല്ല. നമ്മൾ അത്രയ്ക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ AI എന്ന് പറയുന്നത് AIയുടെ അണ്ടറിൽ ഒത്തിരി സബ് ഫീൽഡുകളുണ്ട്. ഒരു സാധനം മാത്രമല്ല AI എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ചെണ്ണം മാത്രമേ, ചിലപ്പോൾ 5 എണ്ണം മാത്രമാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതല്ലാതെ ഇനി വേറെയും സബ് ഫീൽഡുകൾ AIക്ക് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഒത്തിരി ഡേറ്റയിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് ആ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് പാറ്റേൺസ് റെക്കഗ്നൈസ് ഒക്കെ ചെയ്തുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന സിസ്റ്റംസ് ആണ് മെഷീൻ ലേണിങ്ങിൽ വരുന്നത്. മെഷീൻ ലേണിങ്ങിൽ പ്രധാനമായിട്ടും 3 കാറ്റഗറീസ് പറയാറുണ്ട്: സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പിന്നെ ഉള്ളത് ഡീപ്പ് ലേണിംഗ് ഉണ്ട്, NLP ഉണ്ട്, കമ്പ്യൂട്ടർ വിഷൻ ഉണ്ട്, റോബോട്ടിക്സ് ഉണ്ട്. അപ്പൊ ഈ 5 കാര്യങ്ങളായിരിക്കും ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം മെഷീൻ ലേണിംഗിലേക്ക് പോവാം. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. രണ്ടുപേര് അവര് മീറ്റിംഗിൽ ഔട്ടായി, പക്ഷെ അവർക്ക് വീണ്ടും റീജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ടീമുണ്ടോ? ഉണ്ട്. അത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതോടെ എനിക്കത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബോബിഷ്ണു എന്ന ജിൻസിയിലാണ്. ഗോപിഷ് നവജ്യോതി ഇപ്പൊ കയറിയിട്ടുണ്ട്. സിന്ധു, യെസ്. ഓക്കെ. ഇൻ കേസ് ഇനി ഇതേപോലെ വേറെ ആരെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം പുറത്തായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡിവിന് മെസ്സേജ് ചെയ്യുക. ഡിവിന് എന്നെ ഒന്ന് ഇതേപോലെ പറഞ്ഞാൽ മതി. കാരണം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചാറ്റ് കാണാൻ പറ്റുന്നില്ല, ആൻഡ് പാർട്ടിസിപ്പന്റ് ലിസ്റ്റും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങിൽ നിന്നും മെഷീൻ ലേണിംഗിലേക്ക് വരുമ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം, ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ട് വരുമ്പോൾ അത് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു സെറ്റ് ഓഫ് ഹാർഡ് കോഡഡ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ റൂൾസ് കൊടുക്കണം. ആ റൂൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും. എന്നാൽ മെഷീൻ ലേണിംഗിൽ അങ്ങനെയല്ല നടക്കുന്നത്. മെഷീൻ ലേണിംഗിൽ ആ മെഷീൻ പ്രോബ്ലത്തിനെ
മനസ്സിലാക്കി അതിനകത്ത് ഒരു പാറ്റേൺ കണ്ടുപിടിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ ഇൻപുട്ടിനകത്ത് എന്തൊക്കെ പാറ്റേൺ ഉണ്ടെന്ന് ആ മോഡൽ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇത് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഈ പറഞ്ഞതിന് മനസ്സിലായി കാണില്ല, ഞാനതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അതായത് ട്രഡീഷണൽ പ്രോഗ്രാമിൽ ഇപ്പോൾ നമുക്കൊരു ഇമേജ് കൊടുത്താൽ അത് പൂച്ചയാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിന് റൂൾസ് പറഞ്ഞു കൊടുക്കണം മെഷീൻ ആദ്യം. എന്താ, പൂച്ചയ്ക്ക് 2 ചെവിയുണ്ട്, പൂച്ചയ്ക്ക് 4 കാലുണ്ട്, അല്ലെങ്കിൽ പൂച്ചയ്ക്ക് ഒരു വാലുണ്ട്. ഈ സാധനങ്ങളൊക്കെ നമ്മൾ കോഡ് ചെയ്തിട്ട് റൂൾസ് ആയിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മളൊരു പൂച്ചയുടെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കൊടുത്ത റൂൾസ് എല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഔട്ട്പുട്ടിൽ അത് പൂച്ചയാണോ അല്ലയോ എന്ന് ട്രഡീഷണൽ പ്രോഗ്രാമിൽ പറയാൻ പറ്റും. ഇനി മെഷീൻ ലേണിംഗിലേക്ക് വരുമ്പോൾ നമുക്കത് അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പൂച്ച ഡോറിന്റെ പുറകിൽ നിൽക്കുന്ന പൂച്ചയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ ആ ഡോറിന്റെ പുറകിൽ നിൽക്കുന്ന പൂച്ചേനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു റൂൾ എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങിന് എല്ലാ കാര്യങ്ങളും റൂളാക്കി എഴുതി കൊടുക്കാൻ കഴിയില്ല. അപ്പോഴാണ് നമുക്ക് മെഷീൻ ലേണിങ്ങിന്റെ ഒരു ഉപകാരം മനസ്സിലാവുന്നത്. മെഷീൻ ലേണിങ്ങിൽ ചെയ്യുന്നത് നമ്മളിങ്ങനെ പൂച്ചയ്ക്ക് വാലുണ്ട്, ചെവിയുണ്ട്, കാലുണ്ട് എന്ന് എഴുതി കൊടുക്കുന്നതിന് പകരം നമ്മളിപ്പോൾ കുറേ പൂച്ചയുടെയും പട്ടിയുടെയും ഇങ്ങനത്തെ ഒക്കെ ഇമേജസ് കാണിക്കും മെഷീൻസിനെ. എന്നിട്ട് ആ മെഷീൻ സ്വന്തമായിട്ട് ആ ഇമേജസിൽ നിന്നും അല്ലെങ്കിൽ വീഡിയോസിൽ നിന്നും മെഷീൻ കാര്യങ്ങൾ പഠിക്കുകയാണ്, സ്വന്തമായിട്ട് പാറ്റേൺസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു പൂച്ചേനെ കണ്ടാൽ അത് പൂച്ചയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുമെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് കൊണ്ടല്ലേ. ആ ഫീച്ചേഴ്സ് കുറേ കാലങ്ങളായി നമ്മൾ പലവിധ പൂച്ചകളെ കണ്ട് നമ്മുടെ ബ്രെയിനിൽ ആ ഡേറ്റ മൊത്തം കിടപ്പുണ്ട്, എന്തൊക്കെയാണ് പൂച്ചയുടെ ഫീച്ചേഴ്സ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള. അപ്പൊ ആ പാറ്റേൺസ് കാണുമ്പോഴാണ് നമുക്കിതൊരു പൂച്ചയാണ്, അല്ലെങ്കിൽ ഇതൊരു സിംഹമാണ്, ഇതൊരു കടുവയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ഇങ്ങനെ പലവിധ 100 ആയിരക്കണക്കിന് ഇമേജസ് മെഷീൻസിൽ കൊടുത്തിട്ട് മെഷീൻസ് സ്വയം അത് മനസ്സിലാക്കി അതിനുശേഷം നമ്മൾ വേറെ ഇതുവരെ കൊടുക്കാത്തൊരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് പൂച്ചയാണോ പട്ടിയാണോ കടുവയാണോ എന്ന് ആ മെഷീൻ അതിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ പാറ്റേൺസ് കണ്ടുപിടിച്ചിട്ട് അത് ഇത് പൂച്ചയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അപ്പം മനസ്സിലാക്കും. ഇവിടെ നമുക്ക് മെഷീൻ ലേണിംഗിൽ നമ്മൾ ഹാർഡ് കോഡ് സാധനം കൊടുക്കുന്നില്ല. മെഷീൻ ലേണിങ്ങിന് 3 ടൈപ്പ് ഉണ്ട്: സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇത് 3ആണ് നമ്മൾ പൊതുവേ പറയാറ്. ഇതിന്റെ ഇന്റഗ്രേഷൻ ഒക്കെ വേറെ വരുന്നുണ്ട്, പക്ഷെ ഇത് 3ആണ് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചറിന്റെ ഗൈഡൻസിൽ ഒരു കുട്ടി പഠിക്കുന്നത് പോലെ നമ്മൾ മെഷീൻസിന്റെ കാര്യങ്ങൾ ലേബിൾഡ് ഡേറ്റ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ സ്വയം ഒരു കുട്ടി കാര്യം പഠിക്കുന്നത് പോലെ മെഷീൻസ് സ്വയം കാര്യങ്ങൾ പഠിക്കുന്നതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത് ഇതാണ് കൂടുതൽ റോബോട്ടിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് ഒരു പട്ടീനെ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, പട്ടി ഒരു നല്ല കാര്യം ചെയ്താൽ അതിന് ബിസ്ക്കറ്റും കൊടുക്കുന്നു, പട്ടി തെറ്റായിട്ടുള്ള കാര്യം ചെയ്താൽ നമ്മൾ അതിനെ ചീത്ത വിളിക്കുന്നു. അങ്ങനെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്ത് നമ്മൾ ഒരു സിസ്റ്റത്തിനെ പഠിപ്പിക്കുന്നതിനാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ലേബിൾഡ് ഡേറ്റ എന്നുള്ളത് ഡേറ്റ ലേബിളിംഗ് ഒരു ജോലി ആയിട്ടുണ്ട്. അപ്പോൾ ലേബിൾഡ് ഡേറ്റ എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അതെന്താണ് എന്നൊന്ന് ജസ്റ്റ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് വെച്ചിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ ഒരു മെഷീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർവൈസ്ഡ് ലേണിംഗ് വെച്ചിട്ട് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡേറ്റയെ നമ്മൾ ലേബിൾ ചെയ്യും. ഇപ്പോൾ ഒരു ആപ്പിളിന്റെ പടമാണെന്നുണ്ടെങ്കിൽ അതിന് ഇത് ആപ്പിൾ ആണ് എന്ന് അതിനെ ലേബിൾ ചെയ്ത് വെക്കും, ഇത് ക്യാരറ്റ് ആണ് എന്ന് ഇതിനെ ലേബിൾ ചെയ്ത് വെക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു ഒത്തിരി ഇമേജസ്, ഇപ്പം ആപ്പിളും ക്യാരറ്റും ഒക്കെയുള്ള ഒത്തിരി ഇമേജസ് നമ്മൾ മോഡലിൽ കൊടുത്തിട്ട് പറയും ഇത് ആപ്പിളാണ്, ഇത് ക്യാരറ്റ് ആണ്, ഇത് ആപ്പിളാണ്, ഇത് ക്യാരറ്റ് ആണ്, ഇത് ക്യാരറ്റ് ആണ്, ഇത് ആപ്പിൾ ആണ്. ഇങ്ങനെ നമ്മൾ ലേബിൾ ചെയ്ത ഡേറ്റ വെച്ചിട്ട് മോഡലിൽ ട്രെയിൻ ചെയ്യും. അപ്പോൾ മെഷീൻ അതിനകത്തുനിന്ന് കാര്യങ്ങൾ പഠിക്കും, ആൻഡ് അതിൻ്റെ ഫീച്ചേഴ്സ് അത് മനസ്സിലാക്കും. നമ്മൾ ലേബൽ ചെയ്യാത്ത ഡേറ്റ, ഇവിടെ ഞാനിപ്പോൾ ആപ്പിൾ ക്യാരറ്റ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, ഒരു ടെസ്റ്റ് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്ത ഡേറ്റ വെച്ചിട്ട് നമ്മളുടെ നേരത്തെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന അൺലേബിൾഡ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിൽ ഏതാണ് ആപ്പിൾ ഏതാണ് ക്യാരറ്റ് എന്ന് മെഷീൻ സ്വന്തമായിട്ട് പറയാൻ പറ്റും. ഇതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നടക്കുന്നത്. ഇനി സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ മെയിനായിട്ടും 2 ടൈപ്സ് ഉണ്ട്. റിഗ്രഷൻ പ്രോബ്ലംസും ഉണ്ടാവും, ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസും ഉണ്ടാവും.
റിഗ്രഷൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത് അത് കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും വരുന്നത്. ക്ലാസിഫിക്കേഷൻ ആവുമ്പോൾ നമുക്ക് അതിനെ ഡിസ്ട്രിക്ട് ക്ലാസ്സസ് ആക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരാളുടെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഒരാളുടെ ഹൈറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു റിഗ്രഷൻ പ്രോബ്ലം ആയിരിക്കും. കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്, അതിങ്ങനെ മാറി മാറിക്കൊണ്ടേ. ഇനിയിപ്പോൾ ഒരാളുടെ ജെൻഡർ, ഒരാളുടെ മെയിലാണോ ഫീമെയിലാണോ അതറാണോ എന്നുള്ളത് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന, ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്താണ് റിഗ്രഷൻ പ്രോബ്ലം, എന്താണ് ക്ലാസ്. ഹലോ മാം ആർക്കും സിസ്റ്റർ ജിൻസിക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു, അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. മെസ്സേജ് ഇപ്പോൾ കണ്ടതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഇമെയിലിലെ ഇപ്പോൾ ഇൻബോക്സും സ്പാം ഫോൾഡറും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് ഇപ്പോൾ സ്പാം ആയിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര ലോട്ടറി അടിച്ചു ആ ടൈപ്പിൽ ഇപ്പോൾ ഇമെയിൽസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങളുടെ സ്പാമിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഇമെയിൽസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ US എന്നുള്ള ഒരാൾ നിങ്ങളെ അവരുടെ അവകാശിയായി കണ്ട് നിങ്ങൾക്ക് സ്വത്ത് തരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പലവിധ ഇമെയിൽസ് വരും. ഇങ്ങനത്തെ ഇമെയിൽസ് ഒക്കെ വന്നാൽ അതെല്ലാം നിങ്ങളുടെ ഇൻബോക്സിൽ വരാതെ സ്പാമിലേക്ക്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗിലെ ക്ലാസിഫിക്കേഷൻ മെത്തേഡാണ്. സാധാരണ ഇവർ ചെയ്തിരിക്കുന്നത് മുൻപേ ഉള്ള ഒത്തിരി ഇമെയിൽസിലെ, ഇപ്പോൾ നോർമൽ ഇമെയിൽ ആണെന്നുണ്ടെങ്കിൽ, ജെന്യുവൻ ആയിട്ടുള്ള ഇമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ തന്നെയല്ല ഞാൻ ഹാം എന്നാണ് വിളിക്കുന്നത്. ആ ഫ്രോഡുലന്റ് ഇമെയിൽസിന് സ്പാം എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ജെന്യുവൻ ഇമെയിൽസ് സ്പാം ഇമെയിൽസും കൊടുത്ത് നമ്മൾ മോഡലിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മോഡലിൽ കൊടുത്തപ്പോൾ ആ മോഡല് അതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുമ്പോഴാണ് അത് സ്പാം ഇമെയിൽ ആവുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സ് വരുമ്പോഴാണ് അത് ജെന്യുവൻ ഇമെയിൽ ആവുന്നത് എന്നത് പഠിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിൽ ഒത്തിരി ഈ പ്രീവിയസ് ഇമെയിൽസ് വെച്ചിട്ട് ഈ മോഡലിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് നിന്നുള്ള ആ ഫീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ട് ഇനി പുതിയൊരു ഇമെയിൽ വന്നു കഴിഞ്ഞാൽ അത് സ്വയം പഠിച്ച കാര്യങ്ങളിൽ നിന്നുള്ള ഫീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ട്, പാറ്റേൺസ് മനസ്സിലാക്കിയിട്ട് ഏതാണ് ജെന്യുവൻ ഇമെയിൽ ഏതാണ് സ്പാം ഇമെയിൽ എന്ന് അതിന് കണ്ടുപിടിക്കുക, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ ക്ലാസിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട, ഈ ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇനി റിഗ്രഷനിലാണെന്നുണ്ടെങ്കിൽ റിഗ്രഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വീടിനടുത്ത് ഒരു വീട് വിൽക്കാനുണ്ടെന്ന് വിചാരിക്കാം. അപ്പം നോർമലി ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു വീട് വിൽക്കാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഏകദേശം അതിന് എത്ര പൈസ വരുമെന്ന് ചോദിച്ചാൽ അച്ഛൻ പറയും അതിന് അതിൽ 4 വീടുണ്ട്, അത് റോഡിൻ്റെ അടുത്താണ്, അതിൽ ഏരിയ നല്ല കൂടുതലുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ആ വീടിന് ഏകദേശം എത്ര പൈസ വരും എന്ന്, അത് എത്ര വർഷം മുമ്പെയാണ് അത് ഉണ്ടാക്കിയത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൽ, മനുഷ്യന്മാരുടെ ബ്രെയിനിൽ കിടപ്പുണ്ട്. അത് വെച്ചിട്ടായിരിക്കും എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തരുന്നത് ആ വീടിന് ഇത്ര പൈസയായിരിക്കും റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ഇപ്പോഴത്തെ വില ആയിരിക്കും. ഇനി ഇതേപോലെ മെഷീൻസിന് ഇതേപോലെ ഒരു ഹൗസിന്റെ പ്രഡിക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ നടക്കുക ഈ റിഗ്രഷൻ മെത്തേഡാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ പലവിധ ഫീച്ചേഴ്സ് നോക്കിയിട്ട് ആ ഫീച്ചേഴ്സിനെ അനലൈസ് ചെയ്തിട്ട് ഒരു വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് എങ്കിൽ അതിന് നമ്മൾ റിഗ്രഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുക. ക്ലിയർ ആയോ? ഇത് ഞാൻ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇത് മനസ്സിലായി? ക്ലിയർ? നെക്സ്റ്റ് ഇതിലേക്ക് പോകണോ അതോ ഇത് കൂടുതൽ പറയണോ?
മനസ്സിലായി. ഓക്കെ. അപ്പൊ കണ്ടിന്യൂസ് വാല്യൂസിന്റെ പ്രഡിക്ഷൻ നടത്താനുള്ള പ്രോബ്ലംസ് എല്ലാം റിഗ്രഷന്റെ അണ്ടറിൽ വരും. ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ് എല്ലാം ഈ ക്ലാസിഫിക്കേഷൻ മെത്തേഡിൽ വരും. അങ്ങനെയാണ് സൂപ്പർവൈസ്ഡിലെ മെയിൻ രണ്ട് മെത്തേഡ്സ്. ഇനി അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ലേബിൾഡ് ഡേറ്റ ഒന്നും കൊടുക്കുന്നില്ല. പകരം നമ്മൾ കൊടുക്കുന്ന ഡേറ്റയിൽ നിന്ന് മെഷീൻസ് സ്വയം കാര്യങ്ങൾ പഠിക്കുകയാണ്, സ്വയം ട്രെയ്റ്റ്സ് മനസ്സിലാക്കി അതിനെ കാറ്റഗറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ കസ്റ്റമർ സെഗ്മെന്റേഷൻ. ഇപ്പൊ ആമസോണൊക്കെ നിങ്ങൾ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അതിനകത്ത് അവർ കസ്റ്റമർ സെഗ്മെന്റേഷൻ നടത്തുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവർ ആമസോണിന് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സിനെ അവർ കാറ്റഗറൈസ് ചെയ്യും. ചിലപ്പോൾ ഏജ് വെച്ചിട്ടായിരിക്കും കാറ്റഗറൈസ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും വീട്ടു സാധനങ്ങൾ വാങ്ങിക്കുന്നവരാണ്. ഇവരെല്ലാം കുറേ പേര് വീട്ടു സാധനങ്ങൾ വാങ്ങിക്കുന്നവരാണ്. ഇനി ഇലക്ട്രോണിക് സാധനങ്ങൾ കൂടുതൽ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ കൂടുതൽ വാങ്ങിക്കുന്നവരാണ്. അങ്ങനെ പല ടൈപ്പ് കാറ്റഗറി ആയിട്ട് അവർ ആ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ആ ക്ലസ്റ്ററിന് ആവശ്യമായിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഞാൻ മനസ്സിൽ വിചാരിച്ച സാധനം എനിക്ക് ഫേസ്ബുക്കും മെറ്റയൊക്കെ അഡ്വർടൈസ്മെന്റ് കാണിച്ചല്ലോ എന്ന്. ഇതങ്ങനെ മനസ്സിലേക്ക് അവർ വായിക്കുന്നതല്ല. നിങ്ങളുടെ ഡേറ്റ അനലൈസ് ചെയ്ത് ക്ലസ്റ്റർ ചെയ്യുമ്പോൾ ആ ഓരോ ക്ലസ്റ്ററിനും അനുസരിച്ചിട്ടുള്ള ആ ക്ലസ്റ്ററിലുള്ള ആൾക്കാർക്ക് ഇഷ്ടമാവുന്ന തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് ആണ് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ക്ലിയർ ആയോ? ഇനി റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു പട്ടീനെ കാര്യം പഠിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കുട്ടീനെ കാര്യം പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് ഒരു കുട്ടി ഒരു ആക്ഷൻ നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പട്ടി ഒരു ആക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ ആക്ഷൻ നല്ല ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് റിവാർഡ്സ് കൊടുക്കും. ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കും. അങ്ങനെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്ത് ആ ഏജന്റിന് മനസ്സിലാവും എന്ത് ചെയ്താലാണ് എനിക്ക്, ഇപ്പൊ പട്ടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താലാണ് എനിക്ക് ബിസ്ക്കറ്റ് കിട്ടാൻ പോകുന്നത്, എന്ത് ചെയ്താലാണ് എനിക്ക് അടി കിട്ടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി ആ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പട്ടി മാറും. അതിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോൾ ChatGPT യൂസ് ചെയ്യുന്നവരാണെന്നാണ് എനിക്ക് ഏകദേശം മനസ്സിലായത്. അപ്പൊ ChatGPT യൂസ് ചെയ്യുമ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ 2 റെസ്പോൺസ് തന്നിട്ട് ഇതിൽ ഏത് റെസ്പോൺസ് ആണ് നല്ലതെന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യും. അവിടെ ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കൊടുത്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എടുത്തിട്ട് ആ രീതിയിലുള്ള ആൻസേഴ്സ് ആയിരിക്കും പിന്നെ അത് തരാൻ നോക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം ChatGPT തന്നെ നിങ്ങളിപ്പോൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, അതിന് ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നു. അവിടെ നിങ്ങൾക്ക് തംസ് അപ്പും തംസ് ഡൗണും ഉണ്ട്. തംസ് അപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾ അത് നല്ല ആൻസർ ആണ് എന്നവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ തംസ് ഡൗൺ ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ആൻസർ അത്ര പോരാ, അത് നെഗറ്റീവ് ആണ് എന്നുള്ള ഫീഡ്ബാക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ കൊടുക്കുന്ന ഫീഡ്ബാക്കിനനുസരിച്ച് അവർ വീണ്ടും ഈ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സിസ്റ്റത്തിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന തംസ് അപ്പും തംസ് ഡൗണും ഉപയോഗിക്കുന്നുണ്ട്. അവിടെ യൂസ് ചെയ്യുന്നത് ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്നുള്ള ടെക്നിക്കാണ്. അതുപോലെ നമ്മുടെ റോബോട്ടിക്സിനകത്തും റോബോട്ട്സിനെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് മൂന്നുമാണ് മെയിനായിട്ട് നമ്മൾ മെഷീൻ ലേണിംഗിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഞാൻ അതിനൊരു എക്സാമ്പിൾ കാണിക്കാം. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ മെഷീൻസ് സ്വയം പഠിക്കും. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന പല റിസൾട്ട്സും റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വഴിയാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ കാണിക്കാം. ഇതിന്റെ ഓഡിയോ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ശരി. When we look at the exact rules here, I will note that the goal of the project was to pit two AI teams against each other
and hopefully see some interesting emergent behaviors. And boy, did they do some crazy stuff. The coolest part is that the two teams compete against each other, and whenever one team discovers a new strategy, the other one has to adapt. Kind of like an arms race situation, and it also resembles generative adversarial networks a little. The results are magnificent, amusing, weird. You'll see in a moment. These agents learn from previous experiences, and to the surprise of no one, for the first few million rounds, we start out with pandemonium. Everyone just running around aimlessly. Without proper strategy and semi-random movements, the seekers are favored and hence win the majority of the games. Nothing to see here. Then, over time, the hiders learn to lock out the seekers by blocking the doors off with these boxes and started winning consistently. I think the coolest part about this is that the map was deliberately designed by the OpenAI scientists in a way that the hiders can only succeed through collaboration. They cannot win alone, and hence they are forced to learn to work together, which they did quite well. But then, something happened. Did you notice this pointy, doorstop-shaped object? Are you thinking what I'm thinking? Well, probably. And not only that, but about 10 million rounds later, the AI also discovered that it can be pushed near a wall and be used as a ramp, and ta-da! Got it. The seeker started winning more and more. So, the ball is now back on the court of the hiders. Can we defend this? If so, how? Well, these resourceful little critters learned that since there is a little time at the start of the game when the seekers are frozen, apparently during this time they cannot see them, so why not just sneak out, steal the ramp, and lock it away from them? Absolutely incredible. Look at those happy eyes as they are carrying that ramp. And you think it all ends here? No, not even close. It gets weirder, much weirder. When playing the different map, the seeker has noticed that it can use a ramp to climb on the top of a box, and this happens. Do you think couch surfing is cool? Give me a break. This is box surfing. And the scientists were quite surprised by this move, as this was one of the first cases where the seeker AI seems to have broken the game. What happens here is that the physics system is coded in a way that they are able to move around by exerting force on themselves, but there is no additional check whether they are on the floor or not, because who in their right mind would think about that? As a result, something that shouldn't ever happen does happen here. And we are still not done yet. This paper just keeps on giving. A few 100 million rounds later, the hiders learned to separate all the ramps from the boxes. Dear fellow scholars, this is proper box surfing defense. Then, lock down the remaining tools and build a shelter. Note how well rehearsed and executed this strategy is. There is not a second of time left until the seekers take off. I also love this cheeky move where they set up the shelter right next to the seekers, and I almost feel like they are saying, yeah, see this here? There is not a single thing you can do about it. നിയമത്താണ് ഇപ്പൊ ഓക്കെ അല്ലേ? അതെ ഓക്കെ ഇപ്പൊ ഓക്കെ. അപ്പൊ നമ്മൾ കണ്ടത് ആ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ ഓപ്പൺഎഐയുടെ ഒരു പേപ്പർ ആയിരുന്നു. അവരെ നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മളിപ്പോ കണ്ടത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ. അപ്പോൾ ഈ ഹൈഡേഴ്സും സീക്കേഴ്സും അവർ സ്വന്തമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് സ്ട്രാറ്റജീസ് കണ്ടുപിടിക്കണമായിരുന്നു. ഹൈഡേഴ്സിന് സീക്കറിൽ നിന്ന് രക്ഷപ്പെടണം, സീക്കറിന് ഹൈഡേഴ്സിനെ പിടിക്കണം. അപ്പൊ അതിന് അവർ കണ്ടുപിടിച്ച സ്ട്രാറ്റജീസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതൊന്നും മനുഷ്യന്മാർ കോഡ് ചെയ്ത് കൊടുത്തതല്ല, ഇതെല്ലാം ഈ AI ഏജൻസ് സ്വയം കണ്ടുപിടിച്ചതാണ് ത്രൂ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. അപ്പൊ പുതിയ മനുഷ്യ വിചാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ AI ഏജൻസ് അവിടെ ചെയ്ത് കാണിച്ചത്. അപ്പോൾ
പുതിയ ഇന്നോവേഷൻസ് ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വഴി കുറെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും പലതും സംഭവിക്കുന്നത്. അപ്പൊ അത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് നടത്തുമ്പോഴുള്ള പ്രശ്നം ഒരു നമുക്ക് കുറച്ചൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ മനുഷ്യന് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഇന്നോവേഷൻസ് മെഷീൻസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായേക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഡീപ്പ് ലേണിംഗിലേക്ക് പോവാം. ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗിന്റെ ഒരു സബ് ഫീൽഡ് തന്നെയാണ്. ഡീപ്പ് ലേണിംഗിൽ നടക്കുന്നത്, അതായത് നമ്മുടെ മനുഷ്യന്റെ ബ്രെയിനിന് നമ്മുടെ ബ്രെയിനിൽ നമുക്ക് ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉണ്ട്, ന്യൂറോൺസ് ഉണ്ട്, ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട്, നമ്മുടെ ബ്രെയിൻ ഉണ്ട്. നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിനെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാക്കി നമ്മുടെ മനുഷ്യന്റെ ബ്രെയിനിനെ സിമുലേറ്റ് ചെയ്യുന്നതാണ് ഈ ഡീപ്പ് ലേണിംഗിൽ നടക്കുന്നത്. അപ്പോൾ മനുഷ്യൻ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ മനുഷ്യന്റെ ബ്രെയിനിൽ പ്രോസസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻസ്പയർഡ് ആയിട്ട് ആ മനുഷ്യന്റെ ബ്രെയിനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഡീപ്പ് ലേണിംഗിലുള്ള ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സും വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റയിലാണ് പ്രവർത്തിക്കുക. അപ്പോൾ ഡീപ്പ് ലേണിംഗ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയും അതുപോലെ തന്നെ നല്ല കമ്പ്യൂട്ടിങ്ങും ആവശ്യമായിരിക്കും. ആൻഡ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ഡീപ്പ് ലേണിംഗിലേക്ക് പോകുന്നതിന് ചെറിയൊരു ഐഡിയ തരാം. നമുക്ക് സിമ്പിൾ ന്യൂറൽ നെറ്റ്വർക്കും ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്കും ഉണ്ടാവും. അപ്പം ഇവിടെ നടക്കുന്നത് ഇപ്പോഴും ഒരു ഇൻപുട്ട് ലെയർ ഉണ്ടാവും, അതിലിടയിൽ ഹിഡൻ ലെയേഴ്സ് ഉണ്ടാവും, ഔട്ട്പുട്ട് ലെയർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ലെയർ ഒരു റോ ഡേറ്റ ആയിരിക്കും ഇൻപുട്ട് ലെയറിൽ കിട്ടുക. നമ്മളിപ്പോൾ ഇമേജസോ ടെക്സ്റ്റോ എന്താണെന്ന് വെച്ചാൽ അത് ഹിഡൻ ലെയേഴ്സിലൂടെ പോകും. ആ ഹിഡൻ ലെയേഴ്സിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്ന ഇമേജിൻ്റെയോ ടെക്സ്റ്റിൻ്റെയോ ഒക്കെ ഫീച്ചർ എക്സ്ട്രാക്ഷനും പാറ്റേൺ ഡിറ്റക്ഷനും ഒക്കെ നടക്കുക ഹിഡൻ ലെയേഴ്സിലായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും എന്താണ് പ്രഡിക്ഷൻ ആണോ ക്ലാസിഫിക്കേഷൻ ആണോ ഒക്കെ ഉള്ളത് ഔട്ട്പുട്ട് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് കൂടുതലൊന്നും മനസ്സിലാക്കണ്ട. ഈ ഹിഡൻ ലെയേഴ്സ് എത്രമാത്രം കൂടുന്നോ അത്രയും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ആക്യുറസി ഒക്കെ കൂടും എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. കാരണം അത് പറഞ്ഞു പോകുമ്പോൾ അത് ഒത്തിരി ഉണ്ടാവും. ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ വേർഷൻ പോലെയാണ് ഡീപ്പ് ലേണിംഗ് പ്രവർത്തിക്കുന്നത് എന്നും മനുഷ്യനെ പോലെ തന്നെ ഡേറ്റയിൽ നിന്നും കാര്യങ്ങൾ പാറ്റേൺസ് മനസ്സിലാക്കിയിട്ട് മനുഷ്യൻ്റെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത് പോലെ ഈ ഡീപ്പ് ലേണിംഗ് സിസ്റ്റങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി മറ്റൊരു സബ് ഫീൽഡാണ് NLP എന്ന് പറയുന്നത്. NLP എന്ന് പറയുമ്പോൾ അതിൽ ഡീപ്പ് ലേണിംഗും മെഷീൻ ലേണിംഗും ഒക്കെ അതിൻ്റെ ഒക്കെ പാർട്ടാണ് NLP എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് മനുഷ്യനെ പോലെ മനുഷ്യഭാഷ മെഷീൻസിന് മനസ്സിലാക്കാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും കഴിയുന്നത് ഈ NLP യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിന് എൻ്റെ ഭാഷ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ എന്താണ് ഇൻറ്റക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ മെഷീൻസിന് മനുഷ്യഭാഷ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് NLP സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹ്യൂമൻ ടു മെഷീൻ കമ്മ്യൂണിക്കേഷൻ മികച്ചതാവുന്നത് നല്ല NLP സിസ്റ്റംസ് ഉണ്ടാവുമ്പോഴാണ്. പിന്നെയുള്ളത് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മനുഷ്യന്മാർക്ക് കാഴ്ചയുള്ളത് പോലെ മെഷീന് കാഴ്ച കൊടുക്കുന്ന ഒരു സബ് ഫീൽഡാണ് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് വെച്ചിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ മെഷീന് കഴിവ് കൊടുക്കുന്ന AI-യുടെ സബ് ഫീൽഡാണ് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാം, ഇപ്പോൾ ഒരു
പൂച്ച എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ എൻ്റെ അമ്മേനെ കാണുമ്പോൾ ഇത് എൻ്റെ അമ്മയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനൊരു കൊച്ചുകുട്ടിയായിരിക്കും, എനിക്കിത് അറിയില്ല. ഞാനത് മനസ്സിലാക്കിയത്, ഞാനത് കണ്ട് മൾട്ടിപ്പിൾ ടൈംസ് കണ്ടാണ് ഇതെൻ്റെ അമ്മയാണ്, ഇതൊരു പൂച്ചയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സിമിലർലി കമ്പ്യൂട്ടർ വിഷനിലും നമ്മൾ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ കൊടുത്തിട്ട് ആ പിക്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ് പഠിപ്പിക്കുമ്പോഴാണ് കമ്പ്യൂട്ടർ വിഷനിൽ നിന്നുള്ള ആ മെഷീന് കാഴ്ചയിൽ നിന്നും എന്താണ് സാധനം എന്ന് ഐഡന്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും ഒക്കെയുള്ള കഴിവ് ലഭിക്കുക. എന്നാൽ മനുഷ്യന്റെ കാണുക എന്നുള്ള കഴിവ് മെഷീൻസിന് കൊടുക്കുന്ന സബ് ഫീൽഡാണ് കമ്പ്യൂട്ടർ വിഷൻ. അത് മനസ്സിലാക്കുക. പിന്നെയുള്ളത് റോബോട്ടിക്സ് ആണ്. ഇത് പലരും റോബോട്ടിക്സിനെ AI-യുടെ സബ് ഫീൽഡ് ആണെന്നും അല്ല എന്നും പറയാറുണ്ട്. എന്തായാലും റോബോട്ടിക്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ മെഷീൻസ് ആണ്. ആ ഫിസിക്കൽ മെഷീൻസിന് പുറകിലുള്ള ബ്രെയിനായിട്ട് പ്രവർത്തിക്കുന്നത് AI ആണ്. അപ്പോൾ ഈ റോബോട്ടിക്സിലാണെങ്കിൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡാണ് ശരിക്കും പറഞ്ഞാൽ റോബോട്ടിക്സ് എന്ന് പറയുന്നത്. റോബോട്ടിക്സിൽ ഡിസൈൻ വരുന്നുണ്ട്, അതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്, ഓപ്പറേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, സിവിൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ AI കമ്പ്യൂട്ടർ സയൻസും AI മെഷീൻ ലേണിംഗും ഒക്കെ വരുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റോബോട്ടിക്സിലെ റോബോട്ട്സിന്റെ ബ്രെയിനായിട്ട് പ്രവർത്തിക്കുന്നത് AI ആണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിനുശേഷം പിന്നെ നമ്മൾ പോകുന്നത് ജനറേറ്റീവ് AI-യിലേക്കാണ്. ജനറേറ്റീവ് AI-ൽ ഇപ്പോൾ ഈ AI ബൂം അല്ലെങ്കിൽ AI ഹൈപ്പ് വരാൻ കാരണം ജനറേറ്റീവ് AI ആണ്. ജനറേറ്റീവ് AI എന്ന് പറയുന്നത് ഒരു AI സിസ്റ്റത്തിന് പുതിയതായിട്ട് ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക, ജനറേറ്റ് ചെയ്യാൻ കഴിയുക. നമ്മൾ മെഷീൻ ലേണിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് മാത്രമാണ് അവിടെ നടക്കുന്നത്, അവിടെ ഒരു ജനറേഷൻ നടക്കുന്നില്ല. ആ ജനറേഷൻ എന്ന് പറഞ്ഞ ക്യാപ്പബിലിറ്റി വരുന്നത് ഈ ജനറേറ്റീവ് AI-യിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാം, ഇമേജ് ജനറേറ്റ് ചെയ്യാം, ഓഡിയോ ജനറേറ്റ് ചെയ്യാം, വീഡിയോ ജനറേറ്റ് ചെയ്യാം. അങ്ങനെ സ്വയം വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റയിൽ ട്രെയിൻ ചെയ്യപ്പെട്ട സിസ്റ്റംസ് ആ പഠിച്ച പാറ്റേൺസ് വെച്ചിട്ട് പുതിയ കാര്യം ജനറേറ്റ് ചെയ്യുന്നതാണ് ജനറേറ്റീവ് AI സിസ്റ്റംസിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ടെക്സ്റ്റിലാണെങ്കിൽ നിങ്ങളിപ്പോൾ ആർട്ടിക്കിൾസും സ്റ്റോറീസും പോയട്രിയും ഒക്കെ എഴുതുന്നുണ്ടാവാം. ഈ ഇമേജ് ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആർട്ട് വർക്ക്, പ്രൊഡക്റ്റ് ഡിസൈൻസ്, ഫോട്ടോ റിയലിസ്റ്റിക് ഇമേജ് ക്രിയേഷൻ ഒക്കെ ഈ ഇമേജ് ക്രിയേഷൻ്റെ അണ്ടറിൽ വരുന്നു. ഓഡിയോ ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം മ്യൂസിക് കമ്പോസിഷൻ വരുന്നുണ്ട്, സൗണ്ട് എഫക്ട്സ് ഉണ്ടാക്കുന്നത് വരുന്നുണ്ട്, വോയിസ് സിന്തസിസ്, വോയിസ് ക്ലോണിങ് നടക്കുന്നുണ്ട്. അതൊക്കെ ഓഡിയോ ജനറേഷൻ്റെ അണ്ടറിൽ വരും. പിന്നെ നമ്മുടെ കോഡ് ജനറേഷൻ പ്രോഗ്രാമിംഗ് അസിസ്റ്റൻസിനും കോഡ് കംപ്ലീഷൻ ഡീബഗിങ്ങിനൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഇത് സത്യം പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് ജനറേഷൻ്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ് കോഡ് ജനറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് വീഡിയോ ക്രിയേഷൻ ആണ്. അപ്പോൾ വീഡിയോ ജനറേഷൻ ആകുമ്പോൾ അതിന് തന്നെ പല ടൈപ്പ് ഉണ്ടാവും, ആനിമേഷൻ ഉണ്ടാവും, സ്പെഷ്യൽ എഫക്റ്റ് ഉണ്ടാവും, വീഡിയോ എഡിറ്റിംഗ് ഉണ്ടാവും. ഇതൊക്കെ ഈ വീഡിയോ ജനറേഷൻ ആൻഡ് ക്രിയേഷൻ അണ്ടറിൽ വരും. ഇതിനൊക്കെ ടൂൾസും ഉണ്ട്. ജസ്റ്റ് ഇപ്പോൾ കുറച്ച് പേരുകൾ മാത്രം പറഞ്ഞു പോവാം. നമുക്ക് നാളെ അത് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇമേജ് ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ അഡോബി ഫയർഫ്ലൈ ഉണ്ട്, ക്യാൻവ ഇമേജ് ഉണ്ട്, ലിയോണാർഡോ AI ഉണ്ട്, റേവ് ഉണ്ട്, സ്റ്റേബിൾ ഡിഫ്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളവരാണ് സ്റ്റേബിൾ ഡിഫ്യൂഷൻ, ഫ്ലെക്സ് AI ഉണ്ട്. അങ്ങനെ ഒത്തിരി ഇമേജ് ജനറേഷൻ ടൂൾസ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, പിന്നെ നമുക്ക് പെയ്ഡ് വേർഷൻ യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഏതിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുക്കുമെന്നുള്ള ഡൗട്ടൊക്കെ നമുക്ക് ഉണ്ടാവാം. അപ്പോൾ ഈ പൊതുവെ ഈ എല്ലാ ടൂളുകളും എടുക്കുമ്പോൾ നമ്മൾ ഏകദേശം എല്ലാത്തിനും സെയിം ഫീച്ചേഴ്സൊക്കെ സെയിം ആയിരിക്കാം. അപ്പോൾ ആ ഫ്രീ ടയർ തന്നെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതെങ്കിൽ ചിലപ്പോൾ ട്രയൽ ഒരു 7 days അല്ലെങ്കിൽ 2 weeks ഒക്കെ ട്രയൽ ഉണ്ടാവും. അപ്പോൾ അത് എടുത്ത് നോക്കുക. പക്ഷെ ഫ്രീ വേർഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ലിമിറ്റ്സ് അല്ലെങ്കിൽ വീക്ക്ലി ലിമിറ്റ്സ് ഉണ്ടാവും, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ലോവർ റെസൊല്യൂഷനുള്ള ഇമേജസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിലുള്ള ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മൾട്ടിപ്പിൾ ടൂൾസ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഏറ്റവും നന്നായിട്ടുള്ള റിസൾട്ട് തരുന്ന ടൂൾ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതുപോലെ തന്നെ ഈ ആക്സസിബിലിറ്റി ആൻഡ് ഫീച്ചേഴ്സ് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ
നിങ്ങൾ ആ യൂസ് ചെയ്യുന്ന ആ ടൂളിൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് അവരുടെ പുതിയ ഫീച്ചേഴ്സ് എന്താണ് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കേണ്ടതും നിങ്ങളുടെ കടമയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ടൂൾസ് നമുക്ക് നാളെ ഹാൻഡ്സ് ഓൺ നമുക്ക് ചെയ്ത് നോക്കാം. ഏത് ടൂളാണ് വേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ ഈ സ്ലൈഡ് ഇതിനകത്ത് ഞാൻ നമ്മുടെ കോഴ്സിനകത്ത് സ്ലൈഡും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ട്, അപ്പം നിങ്ങൾക്ക് സ്ലൈഡ് നോക്കിയിട്ട് നമുക്ക് ഏത് ചെയ്യണമെന്ന് നമുക്ക് നാളെ നിങ്ങൾ പറയുന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഒത്തിരി വീഡിയോ ജനറേഷൻ ടൂൾസ് ഉണ്ട്. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കും, നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ എന്താണെന്ന് പറയുന്നു, അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ ജനറേഷൻ നടക്കും. ആൻഡ് ഇമേജ് ജനറേഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനും ബാധകമാണ്. ലിമിറ്റഡ് ഫ്രീ ക്രെഡിറ്റ്സ് ആയിരിക്കും, ഡെമോ വേർഷൻസ് ആയിരിക്കും ഉണ്ടാവുള്ളൂ. പെയ്ഡ് പ്ലാൻസിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഡ്യൂറേഷൻ ഉള്ള വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഡെയിലി ലിമിറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതൊക്കെ പെയ്ഡ് വേർഷനിൽ ആയിരിക്കും. അപ്പം ഇതിലും സെയിം സാധനമാണ്. മൾട്ടിപ്പിൾ ടൂൾസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള നല്ല ഔട്ട്പുട്ട് തരുന്നത് ഏതാണ് എന്ന് നമ്മൾ ട്രയൽ ആൻഡ് എററിലൂടെ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം മാക്സിമം ടൂളുകൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. എഗെയിൻ കോഡ് ജനറേഷനും സിമിലർ ആണ്. നിങ്ങൾ ഇവിടെ കോഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ സെഷനകത്തുള്ള ആരെങ്കിലും പ്രോഗ്രാമിംഗ് സൈഡിലേക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? സാധ്യത കുറവായിരിക്കും. കാര്യം എല്ലാവരും ടീച്ചേഴ്സും എഡ്യൂക്കേറ്റേഴ്സും ആണ്. കമ്പ്യൂട്ടർ സയൻസ് ടീച്ചേഴ്സ് ഞാൻ ഏതോ ഒരെണ്ണം കമ്പ്യൂട്ടർ സയൻസ് എന്ന് കണ്ടതുപോലെ. ഓക്കെ, അപ്പൊ കോഡിങ്ങിൻ്റെത് ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരെണ്ണം ടീച്ചേഴ്സ് അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്ഫുൾ ആവുന്നതാണ് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ടൂൾസ് ഉണ്ട്. അതും പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലിപ്പോൾ ഗമ്മ യൂസ് ചെയ്യുന്നവരുണ്ടെന്ന് കണ്ടു. എന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കേണ്ട ഒരു ടൂളാണ് മാനുസ് AI-യുടെ മാനുസ് സ്ലൈഡ്സ്. മാനുസ് എന്ന് പറയുന്നത് ചൈനയിൽ നിന്നുള്ള ഒരു AI ഏജന്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുസിനെ മെറ്റ വാങ്ങിച്ചു. ആൻഡ് അതിപ്പോൾ മെറ്റ ഇപ്പോൾ മാനുസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ AI സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനുസ് എന്ന് കാണാൻ പറ്റും. സെയിം മാനുസ് തന്നെയാണിത്. മാനുസ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. മാനുസ് സ്ലൈഡ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒരു 1 പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രോംപ്റ്റിൽ നിന്ന് കംപ്ലീറ്റ് സ്ലൈഡ് അത് ഉണ്ടാക്കി തരും. അപ്പോൾ മാനുസ് സ്ലൈഡ്സ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ചെയ്ത് കാണിക്കണം, ഓർ നമുക്ക് നാളെ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ തിയറി പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ജനറേറ്റീവ് AI ന്ന് പിന്നെ നമ്മൾ വരുന്നത് ലാർജ് ലാംഗ്വേജ് മോഡൽസിലേക്കാണ്, LLMസിലേക്ക്. LLMൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റ് സിസ്റ്റങ്ങൾ പോലെ തന്നെ ഇതും വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റയിലാണ് ട്രെയിൻ ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇതിന് ആ ഡേറ്റയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഹ്യൂമൻ ലൈക്ക് ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് ലാർജ് ലാംഗ്വേജ് മോഡലാണ്. ആൻഡ് ഇത് വളരെയധികം വലിയ ഡേറ്റയിലാണ് ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ ലാർജ് ലാംഗ്വേജിലെ ലാർജ് പറയുന്നത് അതിനെയാണ്. ഇനി എന്തൊക്കെയാണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് നമുക്ക് നിലവിൽ കാണാനുള്ളത്? നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു 7 സാധനമാണ് ഞാനിവിടെ എൻ്റെ സ്ലൈഡിൽ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ GPT മോഡൽസ്, ചാറ്റ് GPTയിലെ മോഡൽസ്. ചാറ്റ് GPT ഒരു ലാർജ് ലാംഗ്വേജ് മോഡലാണ്. ദെൻ ക്ലോഡ് ഉണ്ട്, ആന്ത്രോപ്പിക്കിൻ്റെ ക്ലോഡ്. നിങ്ങൾ എന്തായാലും കോഡിങ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്യുന്നത് ക്ലോഡാണ്. പിന്നെ ഇതിലും പറഞ്ഞിരിക്കുന്ന എല്ലാ ലാർജ് ലാംഗ്വേജ് മോഡൽസിലും ഏറ്റവും കൂടുതൽ AI സേഫ്റ്റിക്ക് മുൻഗണന കൊടുക്കുന്ന കമ്പനി എന്ന് പറയുന്നത് ആന്ത്രോപ്പിക് ആണ്. അവർ തുടങ്ങിയത് തന്നെ സേഫ് ആൻഡ് റെസ്പോൺസിബിൾ AI ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ഫിലോസഫി വെച്ചിട്ടാണ് അവർ ക്ലോഡ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് LLMs ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ക്ലോഡ് ആയിരിക്കും എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. പിന്നെയുള്ളത് ജെമിനൈ ആണ്, ഗൂഗിളിൽ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. മലയാളം കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള LLMs എല്ലാം നോക്കുമ്പോൾ
ഏറ്റവും നന്നായിട്ട് മലയാളം കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ജെമിനൈ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒക്കെ വീഡിയോ ജനറേഷനും ജെമിനൈൻ്റെ വളരെ നല്ലതാണ്. പിന്നെ ഗ്രോക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഞാൻ ഗ്രോക്കിനെ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം ഇതിലുള്ളതിൽ ഏറ്റവും അൺഎത്തിക്കലായിട്ട് പ്രവർത്തിക്കുന്ന വർക്ക് ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത് ഗ്രോക്കാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ChatGPT-യിൽ ഒരു പബ്ലിക്, ഇപ്പം മോഹൻലാലിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ട് ചിരിക്കുന്ന മോഹൻലാലിനെ കരയുന്ന മോഹൻലാലാക്കി തരുമോ എന്ന് ചോദിച്ചാൽ ChatGPT-യും ജെമിനയും ഒന്നും അത് ചെയ്തു തരില്ല. അവർ പറയും ഇതൊരു പബ്ലിക് ഫിഗറാണ്, അവരങ്ങനെ മാറ്റാൻ കഴിയില്ല എന്നുള്ള ആ ഒരു സാധനമായിരിക്കും നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയും. പക്ഷെ നിങ്ങൾ ഗ്രോക്കിലിട്ട് കഴിഞ്ഞാൽ ഗ്രോക്ക് നിങ്ങൾക്കത് മാറ്റിത്തരും. അപ്പോൾ കാരണം അവർ അത്രയും ഗാർഡ് റെയിൽസ് അതിൽ വെച്ചിട്ടില്ല. ആൻഡ് കുറച്ചൊക്കെ എലോൺ മസ്കിനെ പോലെ തന്നെ ആണ് ഗ്രോക്ക് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് അതിലെ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് വളരെ കുറവായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഗ്രോക്ക് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊരു എന്താ പറയുക ക്രൂക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് വേണം, അല്ലെങ്കിൽ ട്രോളാൻ പറ്റുന്ന ടൈപ്പ് ആൻസേഴ്സ് ഒക്കെ വേണമെന്നില്ല. അങ്ങനത്തെ ടൈപ്പൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗ്രോക്ക് എന്ന് പറയുന്നത്. പിന്നെ മിസ്ട്രാൽ എന്ന് പറയുന്നതും കുറച്ചും കൂടെ സേഫ് ആൻഡ് റെസ്പോൺസിബിൾ AI ആണ്. യൂറോപ്പിൽ നിന്നുള്ള മോഡലാണ്, ഫ്രാൻസിൽ നിന്നുള്ളത്. ഇപ്പോൾ യൂറോപ്യൻ ലാംഗ്വേജസിലൊക്കെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മിസ്ട്രാൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ പെർപ്ലെക്സിറ്റി ആണ്. പെർപ്ലെക്സിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പെർപ്ലെക്സിറ്റിയുടെ CEO നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള അരവിന്ദ് ശ്രീനിവാസാണ്. അപ്പോൾ പെർപ്ലെക്സിറ്റി ഇപ്പോൾ ഗൂഗിൾ സെർച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിന് കാരണമായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ പെർപ്ലെക്സിറ്റിയാണ്. ഇപ്പം നിങ്ങൾക്ക് റിസർച്ചിനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ, നിങ്ങൾക്ക് റിസർച്ചാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും യൂസ് ചെയ്തിരിക്കേണ്ടതാണ് പെർപ്ലെക്സിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ChatGPT ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 2024 വരെയുള്ള ഡേറ്റയിലാണ് അത് ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെബ് സെർച്ചും കൂടെ വന്നാലാണ് ChatGPT-യിൽ കറണ്ട് റിയൽ ടൈം ആൻസേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെബ് സെർച്ചും കൂടെ നിങ്ങളിപ്പോൾ ChatGPT-യിൽ ഓൺ ചെയ്യുന്നു. പക്ഷെ പെർപ്ലെക്സിറ്റിയിലാകുമ്പോൾ നിങ്ങൾക്ക് റിയൽ ടൈം ആൻസേഴ്സ് കിട്ടും ആൻഡ് മൾട്ടിപ്പിൾ സോഴ്സിനുള്ള ആൻസേഴ്സ് കിട്ടും. അതും ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഇപ്പോൾ റിയൽ ടൈം സോഴ്സിൽ തരുന്ന മോഡൽ എന്ന് പറയുന്നത് പെർപ്ലെക്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസർച്ച് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് പെർപ്ലെക്സിറ്റിയാണ്. പിന്നെ ഉള്ളത് DeepSeek-ആണ്. അത് ഓപ്പൺ സോഴ്സ് മോഡലാണ്. അപ്പോൾ DeepSeek-ന് മറ്റ് ഉള്ള മോഡൽസിൽ നിന്നൊക്കെയുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് DeepSeek-ൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും എന്നുള്ള പ്രത്യേകതയുണ്ട്. പക്ഷെ DeepSeek-ന് എങ്കിലും ഒരു പ്രശ്നമുണ്ട്. ചൈനീസ് ഗവൺമെൻറ്റിന് നിങ്ങളുടെ ഡേറ്റ എപ്പോഴും എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ ഓൺ ആയിരിക്കും ഡിഫോൾട്ടായിട്ട് അവരുടെ പോളിസി അനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം, അതായത് നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റ വെച്ച് അവർ ട്രെയിൻ ചെയ്യുകയും ചെയ്യും. ഓൾസോ നിങ്ങളുടെ ഡേറ്റ എപ്പോൾ വേണമെങ്കിലും ചൈനീസ് ഗവൺമെൻറ് ചോദിച്ചാൽ അത് ചൈനീസ് ഗവൺമെൻറ്റിന് കൊടുക്കാൻ DeepSeek-ൻ്റെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ DeepSeek-ൻ്റെ ഓർഗനൈസേഴ്സ് അതിന് ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് DeepSeek ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചൈനയിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം കൂടെ ആലോചിച്ചിട്ട് വേണം DeepSeek യൂസ് ചെയ്യാൻ. അതർവൈസ് DeepSeek നല്ല മോഡലാണ് യൂസ് ചെയ്ത് നോക്കാൻ. സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നെങ്കിൽ വളരെ നല്ല ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് DeepSeek. ChatGPT-യിലൊക്കെ പെയ്ഡ് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് നിങ്ങൾക്ക് DeepSeek-ൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഇനി ലാർജ് ലാംഗ്വേജ് മോഡൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ ChatGPT എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ChatGPT എങ്ങനെയാണ് നിങ്ങൾക്ക് ഉത്തരം തരുന്നത് എന്ന് അതിന് വർക്കിംഗ് ഞാൻ പറയാം. അതിന് മുൻപ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? ഓക്കെ, ഈ ഒരു പേസ് മതിയോ അതോ പേസ് കുറയ്ക്കണോ കൂട്ടണോ? എല്ലാവർക്കും ഈ പേസ് ഓക്കെ ആണോ? ഓക്കെ.
ഓക്കെ, അപ്പോൾ ലാർജ് ലാംഗ്വേജ് മോഡൽസ് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റയിൽ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതായത് പബ്ലിക്കലി ഇന്റർനെറ്റിൽ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡേറ്റയും, അതായത് എല്ലാ ബുക്സും എല്ലാ ന്യൂസ് ആർട്ടിക്കിൾസും വെബ്സൈറ്റ്സും കോൺവെർസേഷൻസും എല്ലാത്തിലും ഈ മോഡൽസ് ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ChatGPT ആണെങ്കിലും ജെമിനി ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഇപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് മനുഷ്യന്മാരിപ്പോൾ ഒരു ബുക്ക് വായിച്ചു അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് വായിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഓർത്തിരിക്കുകയല്ല ഈ മെഷീൻസ് ചെയ്യാം. പകരം അതിനകത്തുള്ള പാറ്റേൺസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ആ പാറ്റേൺസ് വെച്ചിട്ടാണ് അത് ഇനിയുള്ള കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളൊരു കാര്യം ചോദിച്ചാൽ, ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ ഗൂഗിൾ ആ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് മൊത്തം ഡേറ്റയിൽ സെർച്ചാണ് ചെയ്യുന്നത്. പക്ഷേ അതിന് പകരം നമ്മളിപ്പോൾ ChatGPTയിലെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് അങ്ങനെ സെർച്ച് ചെയ്യല്ല ചെയ്യുന്നത്. പകരം അതൊരു പ്രഡിക്ഷനാണ് അവിടെ നടത്താൻ പോകുന്നത്. എപ്പോഴും നെക്സ്റ്റ് വേർഡ് എന്താണ് എന്നുള്ള പ്രഡിക്ഷൻ, ഒരു പ്രോബബിലിസ്റ്റിക് മോഡൽ വെച്ചിട്ടുള്ള പ്രഡിക്ഷൻസ് ആണ് അവിടെ നടക്കുക. അതായത് ഇപ്പോൾ ഐ ഡ്രിങ്ക് കോഫി ഇൻ ദ, ഇനി നെക്സ്റ്റ് വേർഡ് എന്തായിരിക്കും എന്നുള്ള പ്രഡിക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് വേർഡ് മോർണിംഗ് എന്നുള്ളത് അവിടെ ഓരോ വേർഡ് ബൈ വേർഡ് പ്രഡിക്ഷൻ നടക്കുന്ന പോലെ, പക്ഷേ ശരിക്കും വേർഡ് ബൈ വേർഡ് അല്ല നടക്കുന്നത്, ടോക്കൺസ് വെച്ചിട്ടാണ് നടക്കുന്നത്. എന്നാലും നമുക്ക് ഇങ്ങനെ പറയാം, ഒരു വലിയൊരു പാരഗ്രാഫ് എഴുതണം എന്നുണ്ടെങ്കിൽ ആ പാരഗ്രാഫ് അല്ല ആദ്യം എഴുതുന്നത്, അതിൽ ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് അറ്റ് എ ടൈം ഒരു വേർഡ് എഴുതിക്കൊണ്ട് എന്നിട്ട് നെക്സ്റ്റ് വേർഡ് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുക, നെക്സ്റ്റ് വേർഡ് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ദ സ്കൈ ഇസ് ഡാഷ് എന്നാണ് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ ലാർജ് ലാംഗ്വേജ് മോഡലിൽ ഈ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള, ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡേറ്റയും ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൈ ഈസ് കഴിഞ്ഞിട്ട് ആ ഈസ് കഴിഞ്ഞ് നെക്സ്റ്റ് വേർഡ് എന്താണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഈ മോഡൽ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ വേർഡ്സും ഇതിൽ കാണാം. ആ ഓരോ വേർഡ്സിനും ഓരോ പ്രോബബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ആ പ്രോബബിലിറ്റി കൊടുത്ത ആ വെയ്റ്റ്സ് കൊടുത്തതിൽ നിന്ന് ഏറ്റവും പ്രോബബിലിറ്റി കൂടുതൽ ഏതാണോ ആ പ്രോബബിലിറ്റി ഉള്ള വേർഡായിരിക്കും നെക്സ്റ്റ് ആയിട്ട് ഇത് പ്രെഡിക്റ്റ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഈ ഒരു ബോക്സിൽ കണ്ട് സ്കൈസ് എന്നുള്ളത് കഴിഞ്ഞ് നെക്സ്റ്റ് വേർഡ് എന്താണെന്നാണ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ എല്ലാം നോക്കും. അതിൽ വേർഡ്സ് ബ്ലൂ എന്ന വേർഡ് -0.96, ക്ലിയർ എന്ന് സ്കൈ ഇസ് ബ്ലൂ എന്ന് വരണമെന്നുള്ള പ്രോബബിലിറ്റി -0.96. ഇനി ദ സ്കൈ ഇസ് ക്ലിയർ എന്നുള്ള പ്രോബബിലിറ്റി വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റിയുടെ -0.16. ദ സ്കൈ ഇസ് യൂഷ്വലി എന്നുള്ള വേർഡാണ് നെക്സ്റ്റ് വരണമെന്നുണ്ട്. ആ യൂഷ്വലി എന്നുള്ള വേർഡ് വരാനുള്ള പ്രോബബിലിറ്റി -2.47. ഇനി ദ സ്കൈ ഇസ് ദ എന്നാണ് നെക്സ്റ്റ് വരാനുള്ള പ്രോബബിലിറ്റി -3.40. ഇത് ഇങ്ങനെ ഇനിയിപ്പോൾ ആപ്പിൾ എന്നുള്ള ഒരു വേർഡ് ഉണ്ട്, ദ സ്കൈ ഈസ് ആപ്പിൾ എന്ന് വരാനുള്ള ഒരു പ്രോബബിലിറ്റി വേറെയുള്ള. അങ്ങനെ എന്തൊക്കെ വേർഡ്സ് ഈ ഇന്റർനെറ്റിൽ നിന്നും ഈ LLM ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആ ഓരോ വേർഡിന് ഓരോ പ്രോബബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു ഹൈഫണിന് ഒരു പ്രോബബിലിറ്റി, ഒരു ഇമോജിക്ക് ഒരു പ്രോബബിലിറ്റി ഉണ്ടാവും. എന്നിട്ട് അങ്ങനെയുള്ളതിന് ഏറ്റവും ഹൈസ്റ്റ് പ്രോബബിലിറ്റി ഏതാണോ ആ പ്രോബബിലിറ്റിയുടെ വേർഡാണ് നെക്സ്റ്റ് ആയിട്ട് വരാം. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിളിൽ ഇവിടെ ഏറ്റവും ഹയസ്റ്റ് പ്രോബബിലിറ്റി -0.96-ലാണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് ബ്ലൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ബ്ലൂ എന്നുള്ളതായിരിക്കും ഇത് സ്കൈ ഈസ് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് വേർഡ് എന്നുള്ള രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ LLMs ഒരു പ്രഡിക്ഷൻ മോഡലാണ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലാണ്. അല്ലാതെ മനുഷ്യനെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല ഇതൊരു പാരഗ്രാഫ് എഴുതുന്നതും ഒരു സെന്റൻസ് എഴുതുന്നതും ഒക്കെ. ഞാൻ ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഇതും കൂടെ പറഞ്ഞിട്ട് നിങ്ങൾക്കത് മനസ്സിലായോ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ഇപ്പം നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, വാട്ട് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ജർമ്മനി. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ ജെമിനൈയിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജെമിനൈൻ്റെ പുറകിൽ എന്താ നടക്കുന്നതെന്ന് വിചാരിച്ചാൽ അത് ഇതേപോലെ ഇത് ട്രെയിൻ ചെയ്യപ്പെട്ട മൊത്തം ഡാറ്റയിൽ നോക്കും. അതിന് ഓരോന്നിനും പ്രോബബിലിറ്റി ഉണ്ടാവും. ആ പ്രോബബിലിറ്റിയിൽ ക്യാപിറ്റൽ ഓഫ് ജർമ്മനി എന്ന് പറയുന്നത് ബെർലിനാണ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പ്രോബബിലിറ്റി ബെർലിനായിരിക്കും കിടക്കുന്നുണ്ടാവുക. അങ്ങനെയായിരിക്കും ഇവിടെ ബെർലിൻ എന്നുള്ള ആൻസർ വരുന്നത്. അതുപോലെ ഇപ്പോൾ അണ്ടിൽ എന്നുള്ളതിന് വേറെ പ്രോബബിലിറ്റി ഉണ്ടാവും, ദായ്ക്ക് വേറെ പ്രോബബിലിറ്റി ഉണ്ടാവും, വോട്ടിന് ഒരു പ്രോബബിലിറ്റി ഉണ്ടാവും, എയ്ക്ക് ഒരു പ്രോബബിലിറ്റി ഉണ്ടാവും. അപ്പോൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ഈ വെയ്റ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഏറ്റവും കൂടുതൽ ബെർലിനായിരിക്കും വരുന്നത്. അപ്പോഴായിരിക്കും ഇതിൻ്റെ ആൻസർ ബെർലിൻ എന്ന് തരാൻ പോകുന്നത്.
ഇനി ഈ മോഡൽ തെറ്റാണ്, ഇതിനിപ്പോൾ അൺടിൽ എന്നാണ് പ്രോബബിലിറ്റി കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ബെർലിന് പകരം ആൻസർ അൺടിൽ എന്ന് വന്നേനെ. ഓക്കെ, ഇതിപ്പോ എന്താ സിംഗിൾ വേർഡ് ആൻസർ. ഇനിയിപ്പോ നമ്മളൊരു സെന്റൻസ് ഫോം ചെയ്യാൻ വിചാരിച്ചോ, അപ്പോൾ എങ്ങനെയായിരിക്കും അത് വരുന്നത്? ഇപ്പോൾ വാട്ട് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ജർമ്മനി? ദ ക്യാപിറ്റൽ ഓഫ് ജർമ്മനി ഈസ് ബെർലിൻ എന്നായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. അപ്പോൾ ആ ആൻസറിലേക്ക് എത്താൻ എന്താണ് ഈ സിസ്റ്റം ചെയ്യാന്ന് ചോദിച്ചാൽ, അപ്പോൾ ആദ്യത്തെ ഇൻപുട്ട് വാട്ട് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ജർമ്മനി എന്നായിരിക്കും. അപ്പോൾ എന്നിട്ട് അപ്പോൾ പ്രോബബിലിറ്റി നോക്കുമ്പോൾ ഹയസ്റ്റ് പ്രോബബിലിറ്റി ദായ്ക്ക് വന്നാലാണ് ദ എന്നുള്ള ആൻസറിൽ ആ ഫസ്റ്റ് ദ എന്നുള്ള വേർഡ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി അടുത്തത് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സിസ്റ്റം ഈ വാട്ട് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ജർമ്മനി (?) ദ ഇത് മൊത്തമായിരിക്കും ആ സിസ്റ്റം അതിൻ്റെ നെക്സ്റ്റ് ആ കോണ്ടെക്സ്റ്റ് വിൻഡോയിൽ കേട്ടാൻ പോകുന്നത്. ഇത്രയും കയറ്റിക്കഴിഞ്ഞാൽ ദ ക്യാപിറ്റൽ എന്നുള്ള ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വേർഡ് ആയിരിക്കും ഹയസ്റ്റ് പ്രോബബിലിറ്റി, അത് അവിടെ വരും. ഇനി ഈ ഒരിക്കൽ ഈ ദ എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഓൾറെഡി ഉള്ള ഇൻപുട്ടിന്റെ പാർട്ടായിരിക്കും, അത് പിന്നെ തിരിച്ചു പോകില്ല. ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് കഴിഞ്ഞാൽ ഈ വാട്ട് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ജർമ്മനി (?) ദ ക്യാപിറ്റൽ, ഇത്രയും സാധനം ആ ഇൻപുട്ടിന്റെ പാർട്ടായിരിക്കും ആൻഡ് നെക്സ്റ്റ് ആയിരിക്കും പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ പ്രഡിക്ഷൻ മെക്കാനിസം വർക്ക് ആവുന്നത്. ഒരു വേർഡ് എന്നുള്ള രീതിയിലാണ് പ്രഡിക്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു LLM-നെ നമ്മളൊരു സൂപ്പർ റീഡറായിട്ട് കണക്കാക്കുക. അത് ബുക്സും വെബ്സൈറ്റും ആർട്ടിക്കിൾസും കോൺവെർസേഷൻസും ഒക്കെ വായിച്ചിട്ടുണ്ട്. ആ വായിച്ച കാര്യങ്ങളിൽ നിന്ന് കുറേ പാറ്റേൺസ് കണ്ടുപിടിച്ചു. ഇപ്പോൾ ഗ്രാമാറ്റിക്കൽ പാറ്റേൺസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫ്രേസിങ്സ് ഉണ്ടാവാം. അങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അത്രയും ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയിൽ ട്രെയിൻ ചെയ്തത് കാരണമാണ് അതിനി ഈ പാറ്റേൺസിനനുസരിച്ചിട്ട് പുതിയ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആൻസേഴ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു ഓൾറെഡി, ഇപ്പോൾ 1 വേർഡ് അറ്റ് എ ടൈം എന്നുള്ള രീതിയിലായിരിക്കും അത് ആൻസർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് കാര്യം മനസ്സിലാക്കിയിട്ടല്ല, ജസ്റ്റ് പ്രഡിക്ഷൻ മോഡലാണ്. പിന്നെ ഒരു അനലോജി പറയാൻ പറ്റുന്നത്, ഇപ്പം നമ്മൾ ഫോണിൽ ഓട്ടോ കംപ്ലീറ്റ് ഓപ്ഷൻ ഇല്ലേ, അതുപോലെയാണ് ഏകദേശം ഇത് സെന്റൻസസ് ഫിനിഷ് ചെയ്യുന്നത്. ജസ്റ്റ് കാണുമ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കി ഒരു ഓട്ടോ കംപ്ലീഷൻ മെത്തേഡ് എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. ആൻഡ് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഇതൊരു പ്രഡിക്ഷൻ മോഡലിൽ മാത്രമാണ്, സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റിയും ബേസ് ചെയ്തിട്ടാണ് ഈ ജനറേഷൻ മൊത്തം നടക്കുന്നത്. അത് കാര്യം മനസ്സിലാക്കിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റംസ് എല്ലാം മിസ്റ്റേക്സ് വരുത്താം. നമുക്ക് വളരെ കൺവിൻസിങ് ആയിട്ട് തോന്നും എങ്കിലും തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ ഒത്തിരി തരാൻ ചാൻസ് ഉണ്ട്. അത് കാര്യം മനസ്സിലാക്കിയിട്ടല്ല ഒരു ജനറേഷൻ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റംസ് ഏത് LLM-ഉം ആൻസർ തന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, നമ്മൾ ആ ആൻസറിനെ സ്ക്രൂട്ടനൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഹാലൂസിനേറ്റ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് വെച്ചിട്ട് നമുക്ക് പല അബദ്ധങ്ങളും സംഭവിക്കാം. അപ്പോൾ ഏതൊരു AI സിസ്റ്റം നിങ്ങൾ യൂസ് ചെയ്താലും അതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് നിങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്യാതെ നിങ്ങൾ എവിടെയും ഉപയോഗിക്കരുത്. ഈ LLM എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയോ? ഇനി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണോ? നമ്മുടെ ChatGPT, ജെമിനിയിലൊക്കെ എങ്ങനെയാണ് ആൻസർ വരുന്നത് എന്നാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇനി AI ടോക്കൺസും കോണ്ടെക്സ്റ്റ് വിൻഡോയും കൂടെ പറയാം. ഇനി നമ്മൾ ഇപ്പോൾ ഒരു ചോദ്യം ഈ സിസ്റ്റങ്ങളെടുത്ത് ചോദിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഫുൾ സെൻറ്റൻസിന് അതിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പകരം അത് ടോക്കൺസ് ആയിട്ടാണ് മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ എന്താ പറയുക, ഒരു സെൻറ്റൻസിനെ ഒരു പിസയാണെന്ന് വിചാരിക്കാം, എന്നിട്ട് ആ പിസേനെ നമ്മൾ സ്ലൈസസ് ആക്കും. അതുപോലെ ഈ മെഷീൻ ആ സെൻറ്റൻസിനെ സ്ലൈസസ് ആക്കും. അങ്ങനെ ഓരോ ടോക്കൺ ആക്കി മാറ്റുന്നതാണ് പറയാം. ആൻഡ് ഇപ്പോൾ ഐ ലവ് ഡ്രിങ്കിങ് കോഫി എന്നുള്ള ഒരു സെൻറ്റൻസ് ആണ് എന്നാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ടോക്കൺ ആയിരിക്കാം, ലവ് ഒരു ടോക്കൺ ആയിരിക്കാം, ഡ്രിങ്കിങ് ഒരു ടോക്കൺ ആയിരിക്കാം, കോഫി ഒരു ടോക്കൺ ആയിരിക്കാം. അങ്ങനെ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും ഈ LLM എടുക്കുന്നുണ്ടാവുക. ഇനി ഇതിങ്ങനെ തന്നെ ആവണമെന്നില്ല. ഈ നമ്മൾ പറയാം പൊതുവെ ഒരു
4 to 5 ക്യാരക്ടേഴ്സ് ആയിരിക്കാം ഒരു ടോക്കൺ ആയിട്ട് എടുക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഈ ഡ്രിങ്കിങ് എന്നുള്ളതിന് ചിലപ്പോൾ 2 ടോക്കൺ ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഡ്രിങ്ക് പ്ലസ് എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുന്നത്. അപ്പം നിങ്ങളെ ഹൈഫൻസ് ഉണ്ടാവാം, ഇമോജീസ് ഉണ്ടാവും നിങ്ങൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനകത്ത് അല്ലെങ്കിൽ ഇൻപുട്ടിനകത്ത്. അതൊക്കെ ഓരോ ടോക്കൺ ആയിട്ടായിരിക്കും ഈ മെഷീൻസ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മെഷീൻ ഈ LLMs ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് മനസ്സിലാക്കുകയല്ല ചെയ്യുന്നത്. പകരം നമ്മൾ കൊടുക്കുന്ന സെന്റൻസിനെ ടോക്കണൈസേഷനിലെ ടോക്കൺ ആക്കിയിട്ടാണ് അത് ഇൻപുട്ടിനെ എടുക്കുന്നത്. അങ്ങനെ ഒരു സെന്റൻസിനെ സ്മോൾ പീസസ് ഓഫ് ടെക്സ്റ്റ് ആക്കി മാറ്റുന്നതാണ് ആ ടോക്കണൈസേഷൻ നടക്കുന്നത്. ആ കുഞ്ഞു വേർഡ്സ് ആയിട്ട് എന്തായിട്ടാണോ മെഷീൻ കണക്കെടുക്കുന്നത് അതാണ് ഓരോ ടോക്കൺ എന്ന് പറയുന്നത്. ഇത് പറയാൻ കാരണം ഇനി ഒരു കോണ്ടെക്സ്റ്റ് വിൻഡോയും കൂടെ പറയാം. നിങ്ങൾ പലപ്പോഴും ഇപ്പോൾ ChatGPT-യിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചു പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു ബന്ധമില്ലാത്ത രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത് നിർത്താം. അതിന് കാരണം ഈ കോണ്ടെക്സ്റ്റ് വിൻഡോയാണ്. അതായത് കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറയുന്നത് ഈ AI സിസ്റ്റത്തിനുള്ള ഒരു ഷോർട്ട് ടേം മെമ്മറിയാണെന്ന് പറയാം. അപ്പോൾ ഒരു സമയത്ത് അറ്റ് എ ടൈം മെഷീന് എത്രമാത്രം കാര്യങ്ങൾ എന്താ പറയുക ഓർത്ത് വെക്കാൻ കഴിയുമെന്ന് പറയുകയാണെങ്കിൽ എത്രമാത്രം കാര്യം ഒരു മെഷീന് അറ്റ് എ ടൈം ഓർത്ത് വെക്കാം എന്നുള്ളതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരാളോട് സംസാരിച്ച് പോയി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം എന്താണ് സംസാരിച്ചത് ഞാൻ തന്നെ മറന്നു പോകും. അങ്ങനെ ഒരു സിനാരിയോ നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മെഷീൻസിനും അങ്ങനെ തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം, നമുക്ക് സ്മോൾ മോഡൽസും ഉണ്ട്, ലാർജ് മോഡൽസും ഉണ്ട്. അപ്പോൾ ലാർജ് മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് വിൻഡോ കൂടുതലായിരിക്കും, കൂടുതൽ കാര്യങ്ങൾ അറ്റ് എ ടൈം ഓർമ്മിക്കാം. ഇനി സ്മോൾ മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ അതിന് മെമ്മറി ലിമിറ്റ് ഉണ്ടാവും, കുറച്ച് കാര്യങ്ങൾ അറ്റ് എ ടൈം അതിന് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതിപ്പോൾ വാട്ട് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ജർമ്മനി? ദ ക്യാപിറ്റൽ ഓഫ് ജർമ്മനി എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ കോണ്ടെക്സ്റ്റ് വിൻഡോ കൂടി വരികയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം വാട്ട് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ജർമ്മനി എന്നേ ചോദിച്ചിട്ടുള്ളൂ. ആൻഡ് ദ ക്യാപിറ്റൽ ഓഫ് ജർമ്മനി ഇസ് ബെർലിൻ എന്ന് പറയുന്ന ഓരോ വേർഡും വരുന്തോറും അതിൻ്റെ മെമ്മറി കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് വിൻഡോ ആ കോണ്ടെക്സ്റ്റ് വിൻഡോ ആണ് നമ്മൾ കാണുന്നത്. അപ്പം അതിൻ്റെ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ മുമ്പിലത്തെ ഈ വാട്ട് ഈസ് എന്നുള്ള സാധനം അത് വിട്ടുപോകും. ചിലപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വേർഡ്സ് കൂടുന്തോറും ഫ്രണ്ടിലുള്ള വേർഡ്സ് അത് ഡ്രോപ്പ് ചെയ്തു പോകും. പക്ഷെ ChatGPT-ക്കൊക്കെ കോണ്ടെക്സ്റ്റ് വിൻഡോ വലുതാണ്. പക്ഷെ സ്മോൾ മോഡൽസ് ആണ്. നിങ്ങളിപ്പോൾ DeepSeek-ഒക്കെ നിങ്ങൾ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലാമ മോഡൽസ് ഒക്കെ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു പ്രശ്നം ഈ കോണ്ടെക്സ്റ്റ് വിൻഡോയുടേതാണ്. അതാണ് നമ്മൾ മുൻപത്തെ കാര്യങ്ങൾ മെഷീന് മറന്നു പോവുക എന്നുള്ള പ്രശ്നം വരുന്നത്. അപ്പോൾ അതിന് കോണ്ടെക്സ്റ്റ് വിൻഡോ കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ ടോക്കൺ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇനി ഓക്കെ, അതിന് പോകുന്നതിന് മുമ്പ് ഈ ടോക്കൺസും കോണ്ടെക്സ്റ്റ് വിൻഡോയും മനസ്സിലായോ? അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇനി വേറൊരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാലൂസിനേഷൻസ് എന്നാണ്. അപ്പോൾ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മൾ ഈ മോഡൽസ് എല്ലാം തന്നെ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡേറ്റയിലാണ്. ആ ഡേറ്റയിലേക്ക് പുറത്തുള്ള കാര്യങ്ങളെ പറ്റി ചോദിച്ചാൽ ഈ സിസ്റ്റത്തിന് അതിനകത്ത് ആൻസർ ഇല്ലാത്തത് കൊണ്ട് അത് ഹാലൂസിനേറ്റ് ചെയ്തിട്ട് തെറ്റായിട്ടുള്ള ആൻസർ തരാം. ഇപ്പോൾ നമ്മൾ പറയില്ലേ തള്ളിമറിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി ഒരു ധാരണയില്ലെങ്കിലും എനിക്കറിയാം എന്നുള്ള രീതിയിൽ തള്ളിമറിക്കുന്ന ഫ്രണ്ട്സ്. അതുപോലെ തന്നെ സിസ്റ്റംസും ഹാലൂസിനേറ്റ്, ആ തള്ളിമറിക്കാൻ പോകുന്ന സാധനമാണ് ഈ AI സിസ്റ്റത്തിൻ്റെ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫോൾസ് ആയിട്ടുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം, മിസ്ലീഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻറ്റയർലി ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ AI സിസ്റ്റംസ് തരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ChatGPT ആണെങ്കിൽ 2024 വരെയുള്ള ഡേറ്റയിലാണ് അത് ട്രെയിൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷമുള്ള കാര്യത്തിനെ പറ്റി ചോദിക്കുമ്പോൾ അത് സെർച്ച് ഓപ്ഷൻ ഓഫ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഹാലൂസിനേറ്റ് ചെയ്യും.
പിന്നെ ഇങ്ങനെ അമളി പറ്റിയിട്ടുള്ള കുറേ ആളുകളുണ്ട്. അതിൻ്റെ 2 എക്സാമ്പിളാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. എയർ കാനഡ അവർക്കൊരു AI ചാറ്റ് ബോട്ട് ഉണ്ട്. ആ ചാറ്റ് ബോട്ടിനോട് എയർ കാനഡയിലെ കസ്റ്റമർ റീഫണ്ടിന് ചോദിച്ചിട്ട് ചാറ്റ് ബോട്ട് റീഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് സത്യത്തിൽ റീഫണ്ട് കൊടുക്കാൻ പറ്റുന്ന കേസ് ആയിരുന്നില്ല. പക്ഷെ ചാറ്റ് ബോട്ട് ഹാലൂസിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റീഫണ്ട് തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കമ്പനി ആൾക്ക് റീഫണ്ട് കൊടുക്കേണ്ടി വന്നു. അതായത് ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് ചാറ്റ് ബോട്ട് അവിടെ പറഞ്ഞു. ഇനി വേറൊരു കേസ്, ഇവിടെ ഇപ്പൊ ന്യൂയോർക്കിലെ ഒരു ലോയർ ബാൻ ചെയ്യപ്പെട്ടു. കാരണം ചാറ്റ് GPT അടുത്ത് ചോദിച്ചിട്ടാണ് അങ്ങനെ കേസ് നോട്ട്സ് എഴുതിയത്. അതിനകത്ത് ഇല്ലാത്ത കേസുകൾ ചാറ്റ് GPT ഉള്ള കേസുകളായിട്ട് റിപ്പോർട്ട് നോട്ട്സ് കൊടുത്തു. ആ നോട്ട്സ് വെച്ചിട്ട് കേസ് എഴുതിയിട്ട് കോടതിയിൽ വാദിക്കാൻ പോയി. അങ്ങനെ ആളെ ബാൻ ചെയ്തു. സെയിം കേസ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ 2-3 നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ സിസ്റ്റംസ് കാര്യം മനസ്സിലാക്കിയിട്ടല്ല ഉത്തരം തരുന്നത്. അതിൻ്റെ ട്രെയിൻ ചെയ്യപ്പെട്ട ഡാറ്റയിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു സാധനവും ഇല്ലെങ്കിൽ അത് ഹാലൂസിനേറ്റ് ചെയ്യും. ഇതൊരു പ്രഡിക്ഷൻ മോഡലാണ്. നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റിയുള്ള വേർഡാണ് അത് പ്രഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൽ അതിന് ഏറ്റവും പ്രോബബിലിറ്റി കൂടുതലുള്ള ആൻസർ തന്നാണ് പോകുന്നത്. അത് ശരിയായിരിക്കണം എന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ഹാലൂസിനേഷൻസ് സിസ്റ്റത്തിന് കൂടുതലായിരിക്കും AI സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഹാലൂസിനേഷൻ ക്ലിയർ ആയോ? ഞാനതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഗൂഗിളിൻ്റെ ഷെയർ മാർക്കറ്റിൽ വൻ ഇടിവുണ്ടാക്കിയ ഒരു സംഭവമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അതായത് അവർ ഇമേജ് മോഡൽ വന്നപ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. 1943 ഒരു ജർമ്മൻ സോൾജിയറിൻ്റെ ഇമേജ് ഉണ്ടാക്കാവോ എന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത ഇമേജസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് റേഷ്യലി ഡൈവേഴ്സ് ആയിട്ടുള്ള നാസീസിനെ ആണ് ഈ ജെമിനൈ അന്ന് ഉണ്ടാക്കി കൊടുത്തത്. അപ്പം അത് കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത് ഹാലൂസിനേറ്റ് ചെയ്യാണ്. ഇവിടെ നടന്നത് ഹാലൂസിനേഷനാണ്. അതിൻ്റെ പുറകിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അവർ ഡൈവേഴ്സിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്നത്. എന്തായാലും ഇവിടെയും വന്നിരിക്കുന്നത് ഈ ജെമിനൈ ഹാലൂസിനേറ്റ് ചെയ്തു. 1943 ജർമ്മൻ സോൾജിയേഴ്സ് ഇങ്ങനെയുള്ളവരായിരിക്കാം എന്ന് ഹാലൂസിനേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഇമേജസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഹാലൂസിനേഷൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ, നമ്മൾ മാനുവൽ ഫാക്ട് ചെക്കിങ് ചെയ്യാം. എന്ത് ആൻസർ ഈ സിസ്റ്റംസ് തന്നാലും നമ്മൾ മാനുവലി അത് വായിച്ചു നോക്കി ഫാക്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ കുറച്ച് ഓട്ടോമേറ്റഡ് ടൂൾസ് ഉണ്ട്. നിമോ എന്നൊക്കെ പറഞ്ഞിട്ട് NVIDIAയുടെ ഉണ്ട്. അപ്പം അതിൽ കുറേ ഗാർഡ് റെയിൽസ് ഒക്കെ ഉണ്ട് ഈ ഹാലൂസിനേഷൻസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ നോർമൽ സിസ്റ്റത്തിൻ്റെ ഹാലൂസിനേഷൻ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വലിയ ടൂൾസ് ഒന്നും നമുക്ക് ഇല്ല. പിന്നെ കുറച്ച് AI സൊല്യൂഷൻസ് ഉണ്ട്, ട്രൂത്ത് ചെക്കർ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യാം. മിസ്ഇൻഫർമേഷനുകൾ മാക്സിമം പരത്താതിരിക്കുക. ഇതാണ് നമുക്ക് ഹാലൂസിനേഷനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ സമയം ഓൾറെഡി 6:10 എനിക്ക് തോന്നുന്നു സരിക മാം, നമ്മളിപ്പോ 9:45 ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കേരളത്തില്. അപ്പൊ അതിനനുസരിച്ച് അതെ ഒന്ന് ഫസ്റ്റ് ഡേയിലൊന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ ഞാൻ അപ്പോൾ നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട AI-യുടെ കോൺസെപ്റ്റ്സ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു പോയത്. ഇനി നമുക്ക് നാളെ, ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ AI ഏജൻസ് എന്നും റാഗ് എന്നൊക്കെ കേൾക്കുന്നുണ്ടാവും. അത് ഞാൻ നാളെ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസ്, എഡ്യൂക്കേറ്റേഴ്സിന് ഏതൊക്കെ മേഖലകളിലാണ് AI യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ടൂൾസ് ആൻഡ് ഓൾസോ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, ഇതായിരിക്കും ഞാൻ നാളെ കവർ ചെയ്യുന്നത്. അതിനുശേഷം 3ാമത്തെ സെഷനിൽ ടൂൾസിൻ്റെ ബാക്കി സമയം ഇനിയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൂൾസിൻ്റെ ബാക്കി
പ്ലസ് അതിൻ്റെ എത്തിക്സ്, നമ്മളെ എൻവയോൺമെൻറ്റൽ പ്രശ്നങ്ങൾ, പ്രൈവസി പ്രശ്നങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, ലോസ്, അതിനുശേഷം ഫ്യൂച്ചർ ഓഫ് AI ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ളത് അതായിരിക്കും തേർഡ് സെഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കിനി എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഡിവിൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഞാൻ കവർ ചെയ്യാം. ആൻഡ് ഇന്നത്തെ പോർഷൻസിൽ എന്തെങ്കിലും ക്ലിയർ ആവാത്ത സാധനം ഉണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ മാറ്റം എന്തെങ്കിലും വരുത്താനുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കി 2 സെഷൻസും നല്ല രീതിയിൽ കൊണ്ടുപോവാം. ഇന്നിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. എല്ലാം അറിയുന്നതല്ല. Okay, we need the details of AI tools, no need of much theory. ഞാൻ തിയറി ഇന്നത്തേതിൽ ഞാൻ ബേസിക്കായിട്ട് എന്തായാലും പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ സെഷനോടെ നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യാം. നാളെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന AI ടൂൾസ് പറയാം. ഇന്നിപ്പോൾ ഒരു 7 LLMs പരിചയപ്പെടുത്തി പേരുകൾ. അത് എല്ലാവരും കേട്ടിട്ടുള്ളതാണോ? അത് ഓരോന്നും നമുക്ക് നാളെ ചെയ്ത് നോക്കണോ? LLM once more. ഓക്കെ, എല്ലാ LLMs നമുക്ക് നാളെ ചെയ്യാം. പിന്നെ നിങ്ങൾക്കിപ്പോൾ വേറെ ഇപ്പോൾ നോട്ട്ബുക്ക് LM ഉണ്ട്, ലേൺ യുവർ വേ ഉണ്ട്, പിസിസ് ഉണ്ട്, മാജിക് സ്കൂൾ ഉണ്ട്, ഗ്രേറ്റ് സ്കോപ്പ് ഉണ്ട്. പല ടൂൾസ് ഉണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് ഓരോ ടാസ്ക് അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ്, അതേപോലെ PPTക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ്, അങ്ങനത്തതൊക്കെ നമുക്ക് നാളെ ചെയ്യാം. ഓൾസോ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങും പിന്നെ പ്രോംപ്റ്റ് ടെക്നിക്സും നിങ്ങൾക്ക് ബേസിക്കായിട്ട് നിങ്ങൾക്ക് കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് നിങ്ങൾ ഏത് AI ടൂൾസിനോട് ചോദിച്ചാലും ആ ഒരു പ്രത്യേക രീതിയിൽ നിങ്ങളെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി ഭയങ്കര നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടെക്നിക്സ് പറയാം, ടൂൾസും അറിയാം നാളെ. ഇന്നത്തിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീൽ